നാലക്ക ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, നാലക്ക സംഖ്യ എന്ന് ചോദിക്കുമ്പോഴത്തെ എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും? നാലക്കങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയാം അല്ലെ. അതായത് ഏതക്കങ്ങളുള്ള സംഖ്യ എടുത്താലും ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതാണ് എത്ര അംഗങ്ങളാണോ നിങ്ങളോട് ചോദിക്കുന്നത് അത്രയും എന്തെഴുതിയാൽ മതി? ഏറ്റവും വലുത് ചോദിക്കുമ്പോഴത്തേക്ക് 9 എഴുതിയാൽ മതി. 9 എഴുതിയാൽ മതി അല്ലേ. അതായത് ഏതക്കങ്ങളുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഏതിനെയും ചോദിച്ചു കഴിഞ്ഞാലും ഏതക്കങ്ങളുള്ള സംഖ്യ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും വലിയത് ഏറ്റവും വലുത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എത്ര അക്കങ്ങളാണോ നിങ്ങളോട് ചോദിക്കുന്നത് അത്രയും 9 എഴുതി കൊടുത്താൽ മതി. അതാണ് സിമ്പിൾ ആൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് ചോദിക്കുന്നത് 9999 എന്ന് പറയുന്നത് അല്ലേ. കാരണം നമുക്കറിയാം 4 സ്ഥാനങ്ങളാണ് ഈ സംഖ്യകൾക്കുള്ളതെന്നറിയാം. അതായത് 1, 2, 3, 4 എന്നാൽ 4 അക്കങ്ങളാണ് സംഖ്യക്കുള്ളത്. 4 സ്ഥാനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 4 അക്കങ്ങൾ. അപ്പം ഏറ്റവും വലുത് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ നമുക്കൊരു തരത്തിലുള്ള ഡൗട്ടോ അല്ലെങ്കിൽ സംശയമോ ഒന്നും വേണ്ട. എത്ര അക്കമാണോ നമ്മളോട് ചോദിക്കുന്നത് അത്രയും 9 എഴുതി കൊടുത്താൽ മതി അല്ലേ. അത്രയും 9 എഴുതി കൊടുത്താൽ മതി. എത്ര അക്കങ്ങൾ ചോദിച്ചോട്ടെ, എത്ര സ്ഥാനങ്ങൾ ചോദിച്ചോട്ടെ, അത്രയും സ്ഥാനം 9 എഴുതി കൊടുത്താൽ മതി. അപ്പൊ 4 അക്കങ്ങൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 4 ഡോട്ട് ഇടുക, എന്നിട്ട് ആ 4 9 എഴുതി കൊടുക്കുക. 5 ചോദിച്ചാലോ 5 ഡോട്ട് ഇടുക, ഒരു 5 9 എഴുതി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു വെച്ചിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പെർഫെക്റ്റ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം, സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഏറ്റവും വലിയ ഇനി നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ചോദിക്കണം. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? എന്ത് ചെയ്യുക? അല്ല ഏറ്റവും വലുത് നമുക്കറിയാം. സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 7. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ, ചെറുത് ചോദിക്കും. വലുത് ചോദിക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എത്ര സ്ഥാനമാണോ നമ്മളോട് ചോദിക്കുന്നത് അത്രയും സ്ഥാനം എടുത്ത് എന്ത് കൊടുത്താൽ മതി? 9 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അത് കിട്ടും, ആ സംഖ്യ കിട്ടും. ചെറുത് ചോദിച്ചു കഴിഞ്ഞാലോ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഏറ്റവും ചെറുത് ചോദിക്കുകയാണെങ്കിൽ ചെറിയ കാര്യം നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കുമല്ലോ. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ചോദിച്ചു. ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ, അതായത് 4 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും നമുക്കറിയാം അല്ലെ. 4 സ്ഥാനങ്ങൾ എന്തായാലും കാണും എന്നറിയാം. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരക്കം എത്ര ഇടണം? 1 എഴുതണം. ആദ്യത്തെ ഒരക്കം 1 എഴുതണം. ആദ്യത്തേത് നമ്മൾ സാധാരണ മാത്സിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയാണ് സംഖ്യയിൽ എണ്ണുമെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ അക്കം എന്ന് പറയുമ്പോൾ ഇതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആദ്യം 1 എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? ബാക്കി എത്ര അക്കമാണോ ബാലൻസ് ഉള്ളത് അതിന്റെ 0 ഇട്ട് കൊടുക്കുക. കണ്ട, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 0. ഇനി ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം വലുത് അല്ലെ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 3 സ്ഥാനം 999, അത്ര 9 ഇട്ട് കൊടുത്താൽ മതി. 3 സ്ഥാനം 3 കൊടുത്താൽ മതി. അപ്പൊ ഏറ്റവും ചെറുതോ? നമ്മുടെ നിയമം അനുസരിച്ച് എന്താണ്? ആദ്യത്തെ അക്കം എന്താണ്? എപ്പോഴും 1 ആയിരിക്കണം. ഏറ്റവും ചെറുത് ചോദിച്ചുകൊണ്ട് 3 സ്ഥാനമില്ലേ, അപ്പൊ 2 0 ഇടുക. അപ്പൊ മൊത്തത്തിൽ 3 സ്ഥാനമായി 100. സിമ്പിള് അല്ലേ. ഇനി 100ന് 1 പറഞ്ഞാൽ എത്ര കിട്ടും? 100ന് 1 പറഞ്ഞാൽ എത്ര കിട്ടും? 99 അല്ലേ. 99
100 ഒന്ന് പോയി കഴിഞ്ഞാൽ 99. 99 ഒന്ന് കൂടി കഴിഞ്ഞാല് എത്ര സ്ഥാനത്തിലേക്ക് മാറും? അത് 3 സ്ഥാനത്തിലേക്ക് മാറി, പെട്ടെന്ന് മാറി അല്ലേ? കാരണം 99 എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും 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 ആ രണ്ടക്ക സംഖ്യ അല്ലേ? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. എന്നാൽ 99 ഒന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്രയാവും? 100 ആവും. അത് ഏറ്റവും ചെറിയ 3 സംഖ്യയായിട്ട് മാറും. 3 സംഖ്യ, ഇത് ജസ്റ്റ് ഒന്ന് സംഖ്യയുടെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ 5 സംഖ്യ ചോദിക്കുകയാണെങ്കിലോ നമ്മൾ എഴുതും. ഏറ്റവും വലിയ 5 സംഖ്യ ചോദിക്കുന്നത് നമ്മൾ എഴുതും. 5 സ്ഥാനം കൊടുക്കും. 2, 3, 4, 5 സ്ഥാനം കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? 5, 9 കൊടുത്താൽ മതി. 5 സ്ഥാനത്ത് 5, 9 കൊടുത്താൽ മതി. എത്രയാവും? 99,999 അല്ലേ? 5 സ്ഥാനത്ത് 9 എഴുതി കൊടുത്തു. ഇനി ഏറ്റവും ചെറുതാണെങ്കിലോ എന്ത് ചെയ്താൽ മതി? 5 സ്ഥാനം എഴുതുക. 5 സ്ഥാനം എഴുതുക. ആദ്യത്തെ അക്കം 1 എഴുതുക. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? 0 എഴുതുക. എത്രയാ? ഒറ്റ, 10, 100, 1000, 10,000 അല്ലേ? 10,000 അല്ലേ? അപ്പം എന്തിനാണ് ഇത് നിങ്ങളോട് ഇങ്ങനെ മറിച്ചും തിരിച്ച് ഞാൻ ചോദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളോട് ഇതിൽ നിന്ന് ഉപചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആക്കി തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് കൈകാര്യം ചെയ്യും, തെറ്റിപ്പോവും. ഓപ്ഷൻ നോക്കി എഴുതുമ്പോൾ തെറ്റിപ്പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ഇത് നമ്മളോട് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളെ കൺഫ്യൂഷൻ പെടുത്താൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളണേ, ഞാൻ മൊത്തം എഴുതത്തില്ല, നിങ്ങൾ ചോദ്യം എഴുതിക്കോളണേ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ ഇതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യകളുടെയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യയുടെയും തുക എത്ര? ഇങ്ങനെ ചോദിച്ചൂടെ? ഒന്നിലെ 4 അക്ക സംഖ്യയും 2 അക്ക സംഖ്യയും കൂട്ടിയാൽ എത്ര കിട്ടും? അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യകളുടെയും തുക എത്ര? ഇങ്ങനെയായിരിക്കും നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. ഈ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും അല്ലേ? നമുക്കറിയാം, നമ്മൾ മുകളിൽ പഠിച്ചു എങ്ങനെയാണ് ഏറ്റവും വലുത് കണ്ടുപിടിക്കുന്നത്, ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ വന്ന് പെട്ടെന്ന് തെറ്റിപ്പോകും അല്ലേ? പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക്. കണക്കില് നല്ല നമ്പർ ഫ്രീ ആയിട്ടുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം അല്ലേ, 4 അക്ക ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് 4 സ്ഥാനം എത്ര 9 വരണം? 4 9 വരണം. വലുത് കിട്ടി. ഇനി ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് 2 സ്ഥാനം ആദ്യത്തെ അക്കം 1 ആയിരിക്കണം, പിന്നെ 0, അപ്പൊ 10. ഏറ്റവും ചെറുത് 2 അക്ക സംഖ്യ 10ഉം ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9,999. ഇതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാവും? 10,000 അല്ലേ? 10,000 ആകുമ്പോൾ എത്ര അക്ക ആവും? 5 അക്ക ആയിപ്പോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ചേർത്ത് കഴിഞ്ഞാൽ 10,000 ആവും. അപ്പോൾ ഇതിനപ്പുറം ഒരു വലിയ 4 അക്ക സംഖ്യ 9,999 അപ്പുറം ഒരു വലിയ 4 അക്ക സംഖ്യ ഇല്ല അല്ലേ?
അല്ലെ? രണ്ടക്ക സംഖ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യ സംഖ്യ ഒന്നായിരിക്കും. ഒറ്റയുടെ സ്ഥാനത്ത് അല്ല എഴുതേണ്ടത്, ഫസ്റ്റ് ആയിട്ട് ഒന്ന് എഴുതുക, പിന്നെ 0 ചേർത്തു. അതായത് അതിന്റെ അർത്ഥം എത്രയാണ്? 10. ഇനിയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഇനി നമുക്ക് അബദ്ധം പറ്റും. നമുക്ക് എപ്പോഴും ഈ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക എന്ന് പറയുന്ന കാര്യം വരുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് എപ്പോഴും, അല്ലെ? അതായത് 9999 പ്ലസ് 10 ഇതാണ് ഇതിനോട് കൂട്ടേണ്ടത്. അതായത് 9999 10 എന്ത് ചെയ്യുക? കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പൊ കൂട്ടുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നാലും മനക്കണക്ക് വന്നാലും നമ്മൾ ചെയ്തു നോക്കും ചിലപ്പോ, അല്ലേ? ചെയ്തു നോക്കുമ്പോൾ ചെറിയ പിശകുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന തെറ്റുത്തരം തന്നെ ഒന്നാമതായിട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. PSC നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, അല്ലേ? അതായത് 9999 10 കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഓൾറെഡി എത്ര കിട്ടും? എത്രയാണ്? ഓപ്ഷനില് ഇങ്ങനെയായിരിക്കും കാണും. ഓപ്ഷനിൽ ഇത് കാണും. 1 ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ വരുന്നത്. ഈ രീതിയിലേക്ക് ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മള് കൂട്ടി എഴുതുമ്പോൾ, നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടുമ്പോൾ തെറ്റിപ്പോവും, മനക്കണക്കായിട്ട് കൂട്ടുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും, നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും. അങ്ങനെ ഒന്നല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1 എഴുതി. അതായത് നമുക്കറിയാം 9999 കൂടി 1 കൂട്ടുമ്പോൾ എത്രയാണ്? ഓൾറെഡി എത്രയാവും? 10. അത് തന്നെ ഉത്തരം 1050. വെരി ഗുഡ്. ഓക്കെ. അല്ല, നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് 9999 കൂടെ 1 കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? ആക്ച്വലി 10,000 കിട്ടുന്നത്. ബാക്കി ഇവിടെ എത്രയുണ്ട്? ഇതിൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്തു, 1 കൂട്ടി 10,000. ബാക്കി എത്രയുണ്ട്? ഇവിടെ എത്രയുണ്ട്? ബാലൻസ് ഇവിടെ എത്രയുണ്ട്? 10. 10 1 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 9 ഉണ്ട്. അപ്പൊ ഉത്തരം എത്രയാണ്? 10,009. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. 10,000 എഴുതിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതി കൊടുക്കും. ശരിയാണോ? ഇത് ശരിയാണോ? ഈ ഉത്തരം ശരിയാണോ? അല്ല, ഇല്ല. ഉത്തരം ഏതാണ്? 10,009 എത്ര സ്ഥാനേ വരാവൂ? 5 സ്ഥാനം. അപ്പൊ ഇതല്ലേ ആൻസർ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യണം ഇങ്ങനെയുള്ള ക്രിയകൾ. ഈ സംഖ്യാലോകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര സിംപിളസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷനിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഒരേ പാറ്റേണിലുള്ള ഉത്തരവാദിയും കിടക്കുന്നത്, ചാടി കയറി ബൗളയും തെറ്റിപ്പോകും. അപ്പൊ ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലോജിക്കായിട്ട് ചിന്തിക്കുക. 9999 ഇതിനോടാണ് നമുക്ക് 10 കൂട്ടേണ്ടത്, അല്ലേ? 9999 10 കൂട്ടുക. 9999 1 കൂട്ടിയാൽ 10,000. പിന്നെ ബാലൻസ് 10 എത്രയേ ഉള്ളൂ? 9 ഉള്ളൂ. 9 കൂട്ടുമ്പോൾ എത്രയാണ്? 10,009. അങ്ങനെ തന്നെ ചിന്തിക്കണം. അങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ ചിന്തിക്കണം, ലോജിക്കായിട്ട് ചിന്തിക്കണം. ഓപ്ഷനിൽ നോക്കരുത് പെട്ടെന്ന് കയറി. മനസ്സിലായില്ലേ? ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും, പെട്ടെന്ന് തെറ്റിപ്പോവും. അപ്പൊ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഇങ്ങനെ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുമ്പോഴത്തേക്ക്. മനസ്സിലായടെ? ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കത്തില്ല. ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ തെറ്റിക്കും. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുമോ? ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ശ്രദ്ധിച്ച് ചെയ്യണം.
ഇവിടെ എന്തല്ല ചോദിച്ചിരിക്കുന്നത്? തുകയാണോ? അല്ല. വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മൈനസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നമ്മൾ ഈ കൂട്ടുക പഠിച്ച് മനസ്സിൽ വെച്ചിരുന്ന് കൂട്ടും ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും തമ്മിൽ കൂട്ടിക്കൊടുക്കും. ആ കൂട്ടിക്കിട്ടുന്ന ആൻസർ ഒന്നാമത്തെ ഓപ്ഷനിൽ ആദ്യ ഓപ്ഷനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് നമ്മൾ ബൗൾ ചെയ്യുകയും ചെയ്യും, തെറ്റുകയും ചെയ്യും. ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എത്രയാണ്? ആൻസർ എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? എത്രയുടെ? 1 അല്ലേ? 1 തന്നെ കിട്ടിയത്. അതായത് ഏറ്റവും ചെറിയ അഞ്ചക്കം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? 5 സ്ഥാനം. 5 സ്ഥാനം ആദ്യ അക്കം എത്രയാണ്? 1 ആവണം, ബാക്കി 0. അപ്പൊ എത്രയാണ്? 10,000 അല്ലേ? 10,000 മൈനസ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് 4 പൊസിഷൻ 49 അല്ലേ? ഇങ്ങനെ എഴുതിയിട്ട് കുറയ്ക്കാൻ അറിവുണ്ടെങ്കിലും തെറ്റിപ്പോവും, കുറയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിലും തെറ്റിപ്പോവും അല്ലേ? കുറയ്ക്കാനൊക്കെ അറിയാമല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കാൻ പാടാണെങ്കിൽ എന്ത് ചെയ്യണം? ചെറുതിനോട് വലുത് കൂട്ടണം അല്ലേ? അതറിയാമല്ലോ, അങ്ങനെ ചെയ്യാറിയാമല്ലോ അല്ലേ? നമുക്കിവിടെ ചെയ്യേണ്ടത് 10,000-ൽ നിന്നും 9,999 കുറയ്ക്കുക. നമുക്കറിയാം 9,999 എത്ര കൂട്ടുമ്പോഴാ 10,000 കിട്ടേണ്ടത്? 1 കൂട്ടുമ്പോ. അപ്പൊ അതല്ലേ ആൻസർ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കട എടുത്ത് ഇവിടെ 10 ആക്കി 19 പിന്നെ ബാക്കിയെല്ലാം 9 0 എല്ലാം 0. ആൻസർ 1. അതല്ല കിട്ടുന്നത്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ ലോജിക്കായിട്ട് ചിന്തിക്കണം. കൂട്ടാനും ക്രിയ ചെയ്യാനും ഒന്നും പോണ്ട അല്ലേ? 10,000-ൽ നിന്ന് 9,999 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഉണ്ട്, അതായത് 9,999 പോവുകയാണ്. എന്ന് വെച്ചാൽ 9,999 എത്ര കൂട്ടുമ്പോഴാണ് 10,000 കിട്ടുന്നത് നോക്കിയാൽ 1 കിട്ടുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ആൻസർ കിട്ടും. എല്ലാം കിട്ടിയായിരുന്നോ? അപ്പൊ അത്ര സിമ്പിൾ ആണ് മാത്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ലോജിക്കായിട്ടും കൂടി ചിന്തിക്കണം. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ വലിയ കണക്കുകൾ അങ്ങോട്ടങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. അതായത് നമുക്കറിയാം, ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാ പരീക്ഷയും ചോദിക്കാറുണ്ട്, കാരിയറിന് മാത്രമല്ല എല്ലാ എക്സാമിനും അത് നമ്മളോട് ചോദിക്കാറുണ്ട്. സംഖ്യയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. ഓക്കെ, ഞാനിവിടെ 1 എഴുതിയിട്ട് 0 ഇട്ടു. അപ്പൊ എത്രയാ? 10 അല്ലേ? ഞാൻ 1 എഴുതിയിട്ട് 2 0 ഇട്ടു. എത്രയാ? 100. ഞാൻ 1 എഴുതിയിട്ട് 3 0 ചേർത്തു. എത്രയാ? 1000. 1 എഴുതിയിട്ട് 4 0 ഇട്ടു. എത്രയാ? 10,000. 1 എഴുതിയിട്ട് 5 0 ഇട്ടു. എത്രയാ? 1,00,000. അടുത്തത് 1 എഴുതിയിട്ട് 1 2 3 4 5 6 0 ഇട്ടു. അപ്പൊ എത്രയാ? ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാല് എത്ര? 10 lakhs അല്ലേ? 10 ലക്ഷം. ഇനി 1 എഴുതിയിട്ട് 1 1 2 3 4 5 6 7 0 ഇട്ടു. എത്രയാ? 1 crore അല്ലേ? 1 CR അല്ലേ? ഇനി 1 എഴുതിയിട്ട് 1 2 3 4 5 6 7 8 0 അപ്പൊ എത്രയാ? എത്ര? 10 crore അല്ലേ? 10 കോടി.
അല്ലെ? അപ്പം 1 കഴിഞ്ഞിട്ട് എത്ര 0 ഇട്ടപ്പോഴാ നമുക്ക് 10 കോടി കിട്ടുന്നത്? 8 അല്ലെ? 8 0 വന്നപ്പോൾ. ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പേരിലൊക്കെയാണ് നിങ്ങൾ വിളിക്കുന്നത് അല്ലേ? നമ്മൾ അത് സയൻസിൽ കുറച്ചുകൂടി പഠിക്കും. നമ്മൾ മെഷർമെന്റ്സിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് കെ അല്ലെ, എം അല്ലേ, അങ്ങനെ എഴുതത്തില്ലേ? 1K, 1 മില്യൺ എന്നൊക്കെ പറഞ്ഞ് മില്യൺ, ട്രില്യൺ, ബില്യൺ എന്നൊക്കെ പറഞ്ഞ് എഴുതത്തില്ലേ അല്ലേ? എഴുതാറില്ലേ? അത് നമ്മൾ വരും. യൂണിറ്റ് ആൻഡ് മെഷേഴ്സ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ നമ്മളത് പഠിക്കും. ഞാൻ എന്തിനാണ് ഇവിടെ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം 1 കഴിഞ്ഞിട്ട് 8 0 വന്നപ്പോഴത്തേക്ക് അത് എത്രയായി? 10 കോടി. 10 കോടി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. 1 ഇട്ടിട്ട് 8 0 ഇട്ടപ്പോഴത്തേക്ക് 10 കോടി. 10 കോടി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. അപ്പം ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒന്നിന് ശേഷം 100 0 വന്നാൽ എത്രയാണ്? 100 0. 1 ശേഷം 100 0 ഇട്ടാൽ ആ സംഖ്യയെ പറയുന്ന പേര്, ആ സംഖ്യയെ പറയുന്ന പേരെന്ത്? നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പേരാ. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അതാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിബഡി? 100 കോടിയാ? 1 ഇട്ടിട്ട് 100 0 ഇട്ടാലാ? പറയാമോ? എനിബഡി? ഇപ്പൊ കേട്ടിട്ടുള്ള എല്ലാ പരീക്ഷയും ചോദിക്കും. അപ്പം 1 ശേഷം 100 0 വന്നാൽ ആ സംഖ്യ, ഞാനിപ്പോ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലാണ് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്വെയറിലാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മൾ വിളിക്കുന്നത് ഗൂഗിൾ എന്നാണ് അല്ലേ? സോഫ്റ്റ്വെയർ അല്ല, ഒരു സെർച്ച് എഞ്ചിൻ അല്ലേ? സോഫ്റ്റ്വെയർ അല്ല, സെർച്ച് എഞ്ചിൻ ഗൂഗിൾ അല്ലേ? നമ്മളിപ്പോ ഈ ഗൂഗിൾ മീറ്റ് അല്ലേ? ഗൂഗിൾ മീറ്റിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെ അതിന്റെ പേര് ഗൂഗിൾ എന്നല്ല, നമ്മളത് ഗൂഗിള്, ഇതിന്റെ പേര് ഗൂഗിളുമായിട്ട് ചേർന്നിട്ട് ഗൂഗിൾ. എന്താണ്? ഗൂഗിൾ. നല്ലൊരു ചോദ്യമാണ്. 1 ശേഷം 1 ഇട്ടതിന് ശേഷം 100 0 ഇട്ട് കഴിഞ്ഞാല് ആ സംഖ്യയെ വിളിക്കുന്ന പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തെന്നാണ്? ഗൂഗിൾ. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പൊ നിങ്ങൾ ചിലപ്പം വളരെ ട്രെൻഡായിട്ട് വൈറലായിട്ടൊക്കെ പോകുന്ന വീഡിയോസോ റീൽസോ ഒക്കെ നിങ്ങൾ പറയും 1 മില്യൺ അടിച്ചു അല്ലെ, 10 മില്യൺ അടിച്ചു എന്നൊക്കെ. മില്യൺ എന്നൊക്കെ പറയത്തില്ലേ? മില്യൺ അല്ലേ? മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എനിബഡി? 1 മില്യൺ എത്രയാണ് ചോദിക്കും. 1 മില്യൺ എത്രയാണെന്ന്, 1 ബില്യൺ എത്രയാണെന്ന് ചോദിക്കും. നമ്മൾ സയൻസ് പഠിക്കുമ്പോഴും പഠിക്കും അവിടെ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെത്രയാണ്? 6 0. 1 ഇട്ട് 6 0 ആകുമ്പോ എത്രയാ? 10 ലക്ഷം. 1 മില്യൺ. ഇനി മറന്നുവല്ലേ, 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 ലക്ഷമാണ് കേട്ടോ. 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുകയാണെങ്കിൽ, സ്വഭാവം കാണത്തില്ല എന്നാലും ഞാൻ പറയുകയാണ്, ന്യൂസ് ഒക്കെ കാണുകയാണെങ്കിൽ എപ്പോഴും പറയും, ഈ പൈസയുടെ കണക്ക് പറയുമ്പോഴത്തേക്ക്, കോടീശ്വരന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കണക്കെടുപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചില കമ്പനികളുടെ ലാഭവിഹിതം, ലാഭം, ട്രേഡിങ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും ബില്യൺ എന്നൊക്കെ പറയും. അതിൽ ബില്യൺ ആണ് പറയാറുള്ളത്. 1 ബില്യൺ ഡോളർ, അല്ലെങ്കിൽ ഇന്ത്യ ലോക ബാങ്കിൽ നിന്ന് ഇത്ര ബില്യൺ ഡോളർ കടമെടുത്തു എന്നൊക്കെ പറയും. ബില്യൺ അല്ലെ? അപ്പൊ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ പറയാമോ? 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എത്രയാണ്? 100 കോടി. എത്രയാണ്? 100 കോടി. 1 ബില്യൺ 100 കോടിയാണ്. എന്നാൽ 1 ട്രില്യണോ? 1 ട്രില്യൺ 10,000 കോടിയാ. എത്ര? 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1,00,000 കോടി. 1,00,000 കോടി. ഓക്കെ, ക്ലിയറായ? അപ്പൊ ഗൂഗിള് 1 ബില്യൺ 1 ട്രില്യൺ ചോദിക്കും. PSC ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, ടെറ്റിനും ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കും, മറന്നു പോകരുത്. അപ്പൊ 1 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാല് 10 ലക്ഷം. 1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 കോടി. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1,00,000 കോടി. 1,00,000 കോടി, മറന്നു പോകരുത്. ഓക്കെ, സെറ്റാണോ? ഓക്കെ ആണോ? ഇവിടെ ഓക്കെ. അടുത്ത കുറച്ചുകൂടി നമ്മൾ ഈ സംഖ്യാലോകത്തിന് കുറച്ചുകൂടി ഇച്ചിരി കടുപ്പപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. കടുപ്പപ്പെട്ടതല്ല, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. കുഞ്ഞു കാര്യങ്ങളാണ്, എന്നാൽ ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളേ. 1 2 3 4 5. 1 2 3 4 5. ഇറ്റ്സ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. PYQ ആണ്. 1 2 3 4 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ, നിങ്ങളെല്ലാ പരീക്ഷയും കണ്ടു തുടങ്ങിയത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? PSC സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ അല്ലേ? കണക്കറിവിടാത്ത കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ എഴുതി കൂട്ടിയിരിക്കുന്ന കാണാല്ലേ? 1 1 2 3 4 5 ഇത്ര അക്കങ്ങളുണ്ട്. 2 4 5 അക്കങ്ങൾ. ഈ 5 അക്കങ്ങൾ, 1 2 3 4 5 എന്ന് പറയുന്ന ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ച് ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓരോന്നും ഉണ്ടാക്കാം. 1 2 3 4 5 ഇതൊരു സംഖ്യയല്ലേ? 12,345. ഇങ്ങനെ തിരിച്ചിട്ടൂടെ? 5 4 3 2 1 ആയിക്കൂടെ? ഇനി 2 3 1 4 5 ആയിക്കൂടെ? 3 ആ 5 3 ഇനി ഉണ്ടാക്കാം അല്ലേ? അത് ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകളെ എത്ര എണ്ണം ഉണ്ടാക്കാനാണ് ഇത് വെച്ചിട്ട്? ഒന്ന് ഉണ്ടാക്കിയേ. നിങ്ങൾ എത്ര നേരം എടുക്കും നോക്കട്ടെ, അല്ലെങ്കിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഇത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എഴുതൂല്ലേ? അല്ലേ? ഇത് ശരിയായ രീതിയിൽ പഠിക്കാതെ പോകുന്ന ഒരാൾക്ക്, ഈ ട്രിക്ക് അറിയാവുന്ന പോകുന്ന ആൾക്ക് പരീക്ഷ തീരുന്നവരെ എഴുതിക്കൊണ്ടിരിക്കും അല്ലേ? അല്ലേ? തെറ്റും എഴുതും ആകെ വട്ടാവും, പിന്നെ കളഞ്ഞിട്ട് പോവും. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന് ട്രിക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും പരീക്ഷയ്ക്ക്. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അല്ല, എപ്പോഴും വരും. ഇതേ മെത്തേഡിലുള്ള ഇതിന്റെ കുറെ മെത്തേഡ് ഇപ്പൊ നമ്മൾ പഠിക്കും. ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിക്കും, മസ്റ്റാണ്. അത് 100% ഉറപ്പാണ്. ഓക്കെ. പക്ഷേ നോക്കിയോ, ഈ 5 അക്കങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് വലിയ പാടില്ലേ എഴുതിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങോട്ട് എഴുതാൻ പോയി കഴിഞ്ഞാല് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ആവർത്തിക്കാൻ നോക്കിയിട്ട് ഓരോ അക്കങ്ങൾ വെറുതെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇടാം. അത് നിങ്ങൾ ചെയ്യാൻ നോക്കട്ടെ. വേറൊരു ചോദ്യം ഇടാം. ഇതിലൂടെ കിടന്നോട്ടെ, നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾ പിന്നീട് നിങ്ങൾ ടപ്പേന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത് കാണിക്കുക തന്നെ. ടപ്പേന്ന് പറഞ്ഞ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്ത് കാണിക്കും. നിങ്ങൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക തന്നെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. 6 7 ഇത് രണ്ടും ഉപയോഗിച്ച് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? എത്ര രണ്ടക്ക സംഖ്യകൾ പറഞ്ഞേ ചെയ്തേ.
6, 7 ഉപയോഗിച്ച് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? എത്ര? ആകെ രണ്ടെണ്ണല്ലേ പറ്റുള്ളൂ. ആകെ രണ്ടല്ലേ പറ്റുള്ളൂ. 1 67, ഒന്നാം സംഖ്യ തന്നെ അല്ലേ? രണ്ടാമതേത്? ഇതിനെ തിരിച്ചിടുക 76. ഇനി വേറെ എല്ലാം ഉണ്ടോ? ഇനി വേറെ എല്ലാം ഉണ്ടോ? പറ്റത്തില്ല. ഇനിയൊന്നും പറ്റത്തില്ല. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് അതിലൂടെ വന്നിട്ട് മറ്റേ ആദ്യത്തിനെ പിടിക്കാം. 3, 4, 7 ഇത് വെച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും നോക്കിയേ? പറഞ്ഞോ, ഞാൻ എഴുതാം. പറഞ്ഞോ. ഒന്ന് ആ സംഖ്യ തന്നെ 3, 4, 7 347. രണ്ടാമത്തത് 743. ഇത് രണ്ടും എളുപ്പമാണ്, മറിച്ചും തിരിച്ചു കൊടുക്കാം. ബാക്കി പറഞ്ഞു. എത്ര? 437, 374, 473. 473. 734. 1, 2 ഇനി ഉണ്ടാ 3, 4, 5, 6 ഉണ്ടാ? തീർന്നാ? ഇനി ഉണ്ടാ? ഇത്രല്ലേ ഉള്ളു. അപ്പൊ നമുക്ക് 3 അക്കങ്ങൾ വന്നപ്പോ എത്ര സംഖ്യ കിട്ടി? സിമ്പിൾ ആയി എഴുതാൻ പറ്റും. ഇപ്പൊ ടെൻഷൻ മേടിക്കണ്ട, സിമ്പിൾ ആണ്. 2, 3 ഒക്കെ വെച്ച് എഴുതാൻ പറ്റും, സുഖമാണ്. 4 ഒക്കെ വന്നു കഴിഞ്ഞാണ് പിന്നെ കൺഫ്യൂഷൻ വരുന്നത്. നമ്മളെ പറയുന്ന സമയം നിൽക്കത്തില്ല, പറയുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നോക്കിയോ, 3 വന്നപ്പോഴത്തേക്ക് 6 അല്ലെ? 6 സംഖ്യ. 2 വന്നപ്പോ എത്ര കിട്ടി? 2 അല്ലേ? 3 സംഖ്യകൾ വന്നപ്പോഴത്തേക്ക് 6 കിട്ടി. 2 അക്കങ്ങൾ ഉപയോഗിച്ചപ്പോഴത്തേക്ക് 2 കിട്ടി. ഓക്കെ, സിമ്പിൾ ലോജിക് ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി, കാണാപ്പാടൊന്നും വേണ്ട. ജീവിതത്തിൽ മറക്കത്തുമില്ല. നോക്കിയോ, 2 അക്കങ്ങൾ നമ്മൾ ഉപയോഗിച്ചപ്പോഴത്തേക്ക് 2 അക്കങ്ങൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 2 സംഖ്യ കിട്ടി. 3 അക്കങ്ങൾ വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് മൊത്തം 6 സംഖ്യ കിട്ടി. സ്പീഡ് കുറഞ്ഞോടാ മാത്സിന്? ബോറടിക്കുന്നുണ്ടോ? സ്പീഡിന് പോട്ടാ? സ്പീഡ് കുറവാണോ? ഇല്ല. ഓക്കെ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ എത്രയോ തന്നോട്ടെ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി 5, 6 സംഖ്യയൊക്കെ തരും, 7, 8 ഒക്കെ തരും. നിങ്ങളവിടെ ഇരുന്നും ഇത് കണക്ക് പഠിക്കാതെ പോകുന്നവര് ഇങ്ങനെ ഇരുന്ന് എഴുതി തളർന്ന് അവസാനം ബെല്ല് അടിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റാതെ അല്ലേ? പലപ്പോഴും നിങ്ങൾ അതിന്റെ ഈ ക്വസ്റ്റ്യൻസ്, പിന്നെ വരിക്ക് നിർത്തുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വരിക്ക് നിർത്തിയിട്ട് വലത്ത് 6ാമത് 7ാമത് വരുമ്പോ അയാളുടെ പൊസിഷൻ എന്നൊക്കെ ചോദിക്കത്തില്ലേ? പൊസിഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരയിടും. ഇവിടെ വരയിടുത്ത് അതിന്റെ മുകളിൽ എഴുതില്ലേ? ആദ്യം വരയിടും, പിന്നെ ആളിനെയൊക്കെ വരയ്ക്കും, പിന്നെ എഴുതും അല്ലേ? കുറെ കളി കളിക്കും അതിന്റെ കൂട്ടത്ത്. ഏതെങ്കിലും തെറ്റ് ആൻസർ കിട്ടും, അത് ഓപ്ഷനിൽ കാണുകയും ചെയ്യും, എഴുതി വെക്കുകയും ചെയ്യും, തെറ്റാവുകയും ചെയ്യും ഇല്ലേ? ഒരിക്കലും വായിക്കത്തില്ല ആൻസർ അല്ലേ? അങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ട്രിക്കുകളുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 2 അക്കങ്ങളായപ്പോ 2 സംഖ്യ കിട്ടി. അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നോക്കിയോ, 2 അക്കമായപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കണം കേട്ടോ. ഇത് വഴിയൊന്നുമല്ല, ആ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. 2 അക്കമായപ്പോൾ
പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പൊ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ പരീക്ഷ എപ്പോഴും എന്നൊക്കെ പരീക്ഷ എഴുതുമ്പോൾ, മറ്റുള്ള PSC പരീക്ഷ എഴുതുമ്പോൾ അതിനെല്ലാം വേണ്ട സാധനമാണ്. രണ്ടക്കമായപ്പോൾ അതിന്റെ ആ ലോജിക് ഇത്രയേ ഉള്ളൂ. രണ്ട് സംഖ്യ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് 1 ഗുണം 2, 1 ഗുണം 2 എത്ര? 1 ഗുണം 2 എത്ര? 2. അങ്ങനെയാണ് രണ്ട് സംഖ്യ കിട്ടിയത്. 1 ഗുണിക്കണം 2, 2 കിട്ടിയത്. ഓക്കെ, അപ്പൊ 3 അക്കമായപ്പോഴോ നമുക്ക് എത്ര കിട്ടിയത്? 6 അല്ലേ? 6 സംഖ്യയല്ലേ കിട്ടിയത്. അപ്പൊ എഴുതേണ്ടത് 1 ഗുണം ഗുണനം 2 ഗുണനം 3 എത്ര? 1 ഗുണനം 2 2, 2 ഗുണനം 3 6 അല്ലേ? അല്ലയോ? 6. ഇപ്പൊ അതിന്റെ ട്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി 4 അക്കമാണെങ്കിലോ? 4 അക്കം ഉള്ളപ്പോഴാണെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? 1 ഗുണം 2 ഗുണം 3 ഗുണം 4 അല്ലേ? 2 2 3 6, 6 4 24 സംഖ്യ കിട്ടും. ഇനി 5 ആണെങ്കിലോ? നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ഇങ്ങനെയാണ്. 5 ആണെങ്കിലോ? 1 ഗുണനം 2 ഗുണനം 3 ഗുണനം 4 ഗുണനം 5 അല്ലേ? 1 ഗുണം 2 2, 2 ഗുണനം 3 6, 6 4 24, 24 ഇൻറ്റു 5 എത്ര? 120. നോക്കി, നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാല്, ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്ന ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചതാ. നമ്മളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യം ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണക്ക് ചെയ്യണോടെ? കണക്ക് ചെയ്യണോ? ഗുണിക്കണോ? ഒരക്കമാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴേ പഠിച്ചു. സോറി, രണ്ടക്കമാണെങ്കിൽ ഇപ്പോഴേ നമുക്കറിയാം എത്ര? 2. 3 അക്കമാണെങ്കിൽ എത്രയാണ്? 6. 4 അക്കമാണെങ്കിൽ എത്രയാണ്? 24. 5 ആണെങ്കിൽ എത്രയാണ്? 120 അല്ലേ? 120. ഇനി 6 ആണെങ്കിലോ? 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5 ഗുണം 6. അതായത് 5 വരെ നമ്മളിപ്പോ പഠിച്ചു. എത്ര? 120 അല്ലേ? 5 വരെ 120 അല്ലേ? ബാക്കി 120 ഗുണം 6 എഴുതിയാ പോരെ? 120 6 കൊണ്ട് വിളിക്കാം. 0 മാറ്റിട്ട് 12 6 കൊണ്ട് വിളിച്ചാൽ പോരെ? 12 6 കൊണ്ട് വിളിച്ചാൽ എത്ര? 12 6. ഗുണനപ്പട്ടികയൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കണം, എങ്കിലേ പെട്ടെന്ന് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഗുണനപ്പട്ടിക അറിഞ്ഞില്ലെങ്കിൽ ക്രിയകളെ സിമ്പിൾ ആക്കി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിച്ച് തീരുമ്പോഴത്തേക്ക് ഞാൻ കുറെ പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരും, ഉറപ്പാണ്. നിങ്ങൾ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ എത്തും. നമ്മൾ സംഖ്യകളെ ചെറുതാക്കി ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ആൻസർ തെറ്റത്തേ ഇല്ല. ഒരു കാരണം ഇവിടെ നമുക്കറിയാം 1 മുതൽ 5 വരെയുള്ള നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. 120 അല്ലേ? ഇനി നമ്മൾ ഗുണിക്കേണ്ടത് 120 6 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് ഇല്ലേ? അതിന് നമുക്ക് ഈ 120 നമുക്ക് മുറിച്ചൂടെ? 100 + 20 അല്ലേ? എഴുതി വെക്കേണ്ടതുണ്ട്, ഇത് മനസ്സിൽ ചെയ്യേണ്ടതാണ്. 100 + 20 അല്ലേ 120 ഇല്ലയോ? ഇവിടെ അപ്പം 100 + 20 120. അങ്ങനെയും ചെയ്യാം. ഇൻറ്റു 6 ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് 20 6 കൊണ്ട് ഗുണിച്ചിട്ട്, അല്ലെങ്കിൽ 6 100 കൊണ്ട് ഗുണിച്ചിട്ട് ബാക്കി 20 കൊണ്ട് ഗുണിക്കാം. എങ്ങനെ നോക്കാം? അല്ലെങ്കിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് ഈ 100 എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും? സിമ്പിൾ അല്ലേ? 6 കൂടെ 2 0 ചേർത്തെടുത്താൽ പോരെ? ഈ 100 2 0 ചേർത്താൽ പോരെ? 600 അല്ലേ? ഇനി 600 എത്ര കൊണ്ട് ഗുണിക്കണം? 20 കൊണ്ട് ഗുണിക്കണം. അതിനുവേണ്ടി 20 6 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമില്ല. 6 2 കൊണ്ട് ഗുണിക്കുമ്പോ എത്ര? 12. ബാലൻസ് എത്ര ഉണ്ട് ഇവിടെ? 0. അവിടെ 0 ചേർക്കുമ്പോ എത്രയാവും? 120. 600 + 120 എത്ര? 720. ഇത് നമ്മൾ മനസ്സിൽ, ഇത് നമ്മള് മാത്സില് നമ്മൾ നമ്പർ ഓഫ് ചെയ്യുമ്പോൾ മനസ്സിൽ ഇങ്ങനെയാണ് PSC പിള്ളേര് മാത്സ് ചെയ്യുന്നത്. പേനയില്ലാതെ മാത്സ് ചെയ്ത് പോകുന്നത്. മനസ്സിലായ? പറഞ്ഞ കാര്യം പിടികിട്ടിയ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മാത്സ് മന്ദബുദ്ധികളായുള്ള ആൾക്കാര് എന്ത് ചെയ്യും? 120 6 എഴുതി
6 0 ചിലപ്പോ തെറ്റിച്ചെഴുതിക്കും, 6 0 6 എന്ന് എഴുതും ചിലപ്പോ. അവിടെ തെറ്റി, മനസ്സിലായല്ലേ? അവിടെ വെച്ചാൽ തെറ്റി സംഭവം. 6 2 12 ശിഷ്ട 1 1 6 6 7 726. ഇത് ഓപ്ഷനിൽ ഓപ്ഷനിൽ കാണും 726 എന്ന്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എഴുതി വെക്കും. നമ്മൾ അന്നേരം ഒരെണ്ണം ശരിയാ, മാത്സ് സെറ്റ്. ശരിയാണോ? അല്ല, 6 0 0 അല്ലേ? 707 കിട്ടും. അപ്പോഴേ ഇത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ മാത്സ് അറിയാവുന്ന ഒരാൾ, നമ്പർ ഫ്രീ ആയുള്ള ഒരു 120 ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേക്ക് 1 12 6 72 കിട്ടി. 0 ചേർത്തോർത്ത് 720 എഴുതും സിമ്പിൾ ആയിട്ട്. മനസ്സിലായില്ലേ? അല്ലാത്തവൻ ഇന്ത്യയിൽ പെട്ടെന്ന് മറന്നു പോകണമെങ്കിൽ അവൻ ചെയ്യുന്നത് വെച്ചാൽ 100 വിഭജിക്കും. 120 ഡിവൈഡ് 120 മുറിക്കും. 100 7 ആക്കും. 100 × 6 600. 600 പ്ലസ് 2 6 × 12 0 120 720 കഴിഞ്ഞു. സംഭവം കഴിഞ്ഞു. മനസ്സിലായ? ക്ലിയർ ആയ? ഇപ്പം എക്സാമ്പിള് നമ്മൾ 120 കണ്ടുപിടിച്ചില്ലേ? 120 5 വരുമ്പോ 120 അല്ലേ? 1 × 2 × 3 × 4 × 5 അല്ലേ? 5. 1 × 2 എല്ലാവർക്കും അറിയാമല്ലോ, എത്രയാണ്? 2. ഇനി 3 × 4 എത്ര? 12 ആണ് അല്ലേ? അത് കഴിഞ്ഞു. ഇയാളെ തീർന്നില്ലേ? ഇനി ആരൊക്കെ ഉള്ളേ? എവന്റെ കാര്യം കഴിഞ്ഞു, എവന്റെ കഥ കഴിഞ്ഞു, ഇത്രയും ആളുടെ കഥ കഴിഞ്ഞു. ഇനി ആരൊക്കെ ഉള്ളേ? ഇത് തീർന്നു. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 5 ഉണ്ട് അല്ലയോ? 2 × 5 എത്ര? 10. 12 × 10 എത്ര? ഒരു 0 ചേർത്തെടുത്താൽ പോരെ? 10 കൊണ്ട് പിടിക്കുന്ന പകരം എത്ര? 120. സംഭവം കഴിഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കണം നമ്മള്, ചെറുതാക്കി. മനസ്സിലായ? ഞാൻ പറഞ്ഞെന്താണെന്ന് പിടി കിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുക. ഇങ്ങനെ എഴുതിയാൽ മതി. എത്ര അക്കങ്ങളാണോ തരുന്നത്, എഴുതി വെച്ചോളേ. എത്ര അക്കങ്ങളാണോ തരുന്നത് അതിനെ 1 മുതൽ അത്രയും അക്കങ്ങൾ കൊണ്ട്, അത്രയും വരെ കൊണ്ട്, 1 മുതൽ അത്രയും അക്കങ്ങൾ കൊണ്ട് ഗുണിച്ചാൽ മതി. പിടികിട്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഈ എന്താ പറയാ, തുടർച്ചയായിട്ടുള്ള ഇങ്ങനെ തുടർച്ചയായി വരുന്ന ഒരു 8 അക്കം നന്നാ ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യുമോ? അപ്പൊ അക്കങ്ങൾ എങ്ങനെ വരണം? തുടർച്ചയായിട്ട് വരണം കേട്ടോ. ഓക്കെ. 7 നന്നാ ചെയ്യത്തില്ലേ? ഇട്ടിട്ടോടൂ ഇതല്ലോ. അത് അവിടെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കൂ. ഇത് ഉടായ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിന്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ +2 മാത്സ് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ ഇരിക്കുന്ന 3 പേരില്? ഇല്ല. ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിച്ചിട്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നതിനെ പറയുന്നത് ഫ്രാക്ഷൻസ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 × 2 × 3 × 4 × 5 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? 5 ഫാക്ടർ. ഇങ്ങനെയാണ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ I തിരിച്ചെഴുതും. ഇങ്ങനെ എഴുതാം. ഈ 5 ഫാക്ടർ എന്ന് കണക്കിൽ കണ്ടു കഴിഞ്ഞാൽ കണക്കറിയാന്നുള്ള എങ്ങനെ എഴുതി വെക്കും? ഇതിനെ എഴുതുന്ന തിരിച്ചാണ്. 5 × 4 × 3 × 2 × 1. മനസ്സിലായ? 5 ഫാക്ടോറിയൽ. ഇപ്പൊ 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എഴുതും. സമൂഹത്തിൽ എഴുതും 3 × 2 × 1. ഇപ്പൊ 2 ഫാക്ടോറിയൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവ എഴുതി വെക്കും. എത്രയാണ്? 2 × 1. ഇപ്പൊ 8 ഫാക്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. മനസ്സിലായ? ഇതാണ് അതിന്റെ ലോജിക്ക്. നിങ്ങൾ അറിയണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്ര അക്കങ്ങൾ തന്നാലും, അതായത് തുടർച്ചയായി വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി തുടർച്ചയായ സംഖ്യകൾ അല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മുതൽ അത്രയും അക്കങ്ങളെ വരെ കൊണ്ട് ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എത്ര വരെ പഠിച്ചു? എത്ര വരെ നമുക്കറിയാം? 6 വരെ. എത്ര? 6 വരെ ആകുമ്പോ എത്ര? 720 അല്ലേ? നമ്മളെ പൊട്ടവാക്യത്തിന് ഒരു 7 അക്കങ്ങൾ വരെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? 720 ഗുണം 7 അല്ലേ? ചെയ്താ പോരെ? അതില് 700 ഗുണം 700 അധികം 20 ഗുണം 7 അല്ലേ? 700 7 കൊണ്ട് ഗുണിക്കുക. 7 49, 2 0 ചേർത്ത് കൊടുക്കുക. ഇൻറ്റു 20. ഇല്ലയോടെ? ഇല്ലേ? 20 ഗുണിക്കുക ഒന്നുമില്ല. 49 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 49 9 2 18 ശിഷ്ടം 4 9. പിന്നെ ബാക്കി 3 പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലേ? ഇല്ലയോ? ഓക്കെ. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള അക്കങ്ങൾ തന്നിട്ട് ആ അക്കങ്ങൾ വെച്ചിട്ട് ആവർത്തിക്കാതെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. മനസ്സിലായ? ഇനി മറക്കൂ? എവിടെയെങ്കിലും മറക്കൂ? ഞാൻ 720 7 കൊണ്ട് ഗുണിച്ചത് ശരിയാണ്? തെറ്റല്ലേ? തെറ്റല്ലേ? ആൻസർ തെറ്റല്ലേ? നിങ്ങൾ ഉണ്ടായിരിക്കല്ലേ? എന്നിട്ട് ഗുണിച്ചേ 720 അല്ലേ? 720 ഇൻറ്റു 7 എത്രയാ? 72 7 കൊണ്ട് ഗുണിക്കുക. 14 ശിഷ്ടം 1 49 50 ആണ്. ഞാൻ എത്ര എഴുതി? കൂടാ 0 ചേർത്ത് കൊടുത്ത 5040 അല്ലേ? ഇതല്ലേ ആൻസർ? ഇതല്ലേ ആൻസർ? ഓക്കെ. സെറ്റാണോ? ഈ കാര്യം സെറ്റാണോ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു സംഖ്യയെ കുറിച്ചാണ്. നമ്മൾ കേവണ്ണൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ഒരു സംഖ്യയെ കുറിച്ച്. അതായത് ആ സംഖ്യയുടെ പേരാണ്, നിങ്ങൾക്ക് ഓഡിയബിൾ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ പറയുമ്പോൾ മാത്രം ഓണാക്കിയാലും മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവണമെങ്കിൽ. ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് എഴുതിയാലും മതി. ഇരുവഴി സംഖ്യ കേട്ടിട്ടുണ്ടോ? ഓർ നമ്മളിതിനെ സമ്മിശ്ര സംഖ്യ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങളതിനെ വേറെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പാലിയൻഡ്രോമിക് സംഖ്യകൾ കേട്ടിട്ടുണ്ടോ? പാലിയൻഡ്രോമിക് സംഖ്യകൾ നിങ്ങൾ സംഖ്യയുടെ കാര്യത്തിൽ അപ്പം കേട്ട് കാണത്തില്ല. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായത് ഈ അക്ഷരങ്ങളുടെ കേസായി. ഇപ്പം എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരേപോലെ എഴുതുന്ന പേരുകളൊക്കെ ഇല്ലേടെ? ഇപ്പം മലയാളം MALAYALAM ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നാലും സെയിം അല്ലേ? അതിനാണ് പാലിയൻഡ്രോംസ് എന്ന് പറയുന്നത്. സംഖ്യകളിലും ഉണ്ട് അങ്ങനെ. വേറെ മലയാളത്തിൽ വേറെ വാക്ക് എന്തെങ്കിലും പറയാമോ? വാക്കുകള് അങ്ങനെ എഴുതുന്ന ജലജ അല്ലേ? ഒരേപോലെ അല്ലേ? ഇവിടെ നിങ്ങോട്ടും സെയിം അല്ലേ? സെയിം ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന സംഖ്യകളുണ്ട്. ഒരു സംഖ്യ പറഞ്ഞു 100 ആരോ പറഞ്ഞു 121. വെരി ഗുഡ്. വേറെ
ഞാൻ എന്ന് പറയാം 434. ശരിയല്ലേ? 1 4 5 5 4 1. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ? 2 2 3 2 3 2. ശരിയാണോ അത്? ശരിയല്ലേ? 2 3 2 3 അല്ലേ? ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കും? ഇരുവഴി സംഖ്യ, സമ്മിശ്ര സംഖ്യ, അല്ലെ പാലിയോൺട്രോമിക് സംഖ്യ. ഒരു പക്ഷേ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാലോ, താഴെ തന്നിരിക്കുന്ന സെറ്റിൽ ഏതാണ് പാലിയോൺട്രോംസ് എന്ന് ചോദിച്ചാലോ, അല്ലേ? അന്നേരത്ത് അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഇരിക്കണ്ടേ, തെറ്റിക്കണ്ടേ? ഓക്കെ, അതുകൊണ്ട് ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ ആണോ? അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത നെക്സ്റ്റ് അക്കങ്ങളുടെ തുകയും, ഇതും എപ്പോഴും ചോദിക്കുന്നു. അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ തുകയും അക്കത്തുകയും അക്കത്തുകയും അക്കങ്ങളുടെ തുകയും അക്കത്തുകയും അക്കങ്ങളുടെ തുകയും അക്കത്തുകയും അക്കങ്ങളുടെ തുകയും അക്കത്തുകയും. നിങ്ങള് PSC പഠിക്കുമ്പോഴേ പഠിച്ചിട്ടുണ്ടോ? ഒരു സംഖ്യയുടെ സ്ഥാനവില, മുഖവില എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? സ്ഥാനവില പഠിച്ചിട്ടുണ്ടോ? സ്ഥാനവില, മുഖവില എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? കൊച്ചു ക്ലാസ്സിലൊക്കെ. അത് തന്നെയാണിത്, വേറൊന്നുമില്ല. ഞാൻ പറയാൻ നോക്കിയോ. ഒരു എക്സാമ്പിള് 4653. ഇതിലെ അക്കങ്ങളുടെ തുക, ആദ്യം അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാം. അക്കങ്ങളുടെ തുക എത്ര പറഞ്ഞേ? എങ്ങനെ കണ്ടുപിടിക്കും? 4 + 6 + 5 + 3 അല്ലേ? 6 4 10, 15 15, 3 എത്ര? 18 അല്ലേ? 18. ഇതിലെ അക്കങ്ങളുടെ തുക 18. ഇനി അക്കത്തുക എങ്ങനെയാണ്? ഇതിലെ അക്കത്തുക വെരി ഗുഡ്, അറിയാല്ലേ? 9. എങ്ങനെയാണ് അത് കിട്ടിയത്? കാരണം ഇതിന്റെ സമ്മ് അല്ലേ? 18 അല്ലേ? 18 എന്ന് വെച്ചാൽ 1 8 അല്ലേ? 1 8 കൂടെ കൂട്ടുക. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 + 8 = എത്ര? 9. കിട്ടിയോ? സംഭവം കത്തിയോടെ സംഭവം ഓക്കെ ആണോ? ഇപ്പം 5 6 7 8 5678. ഇതിലെ അക്കങ്ങളുടെ തുക പറഞ്ഞേ. 5 + 6 + 7 + 8 പറയേ. 6 5 11, 11 7 18, 18 8 26. ഇനി ഇതിലൂടെ അക്കത്തുക എത്ര? 6 2 8, അതായത് 26. 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 + 2 = 8. മനസ്സിലായ സംഭവം? ഇനി കണക്കുകൾ തന്നെ വേണ്ടല്ലോ. അപ്പൊ അക്കത്തുകയും അക്കങ്ങളുടെ തുകയും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി നിങ്ങള് മുമ്പ് കുഞ്ഞു ക്ലാസ്സിലും അല്ലെങ്കിൽ ഇപ്പോഴും ഒക്കെ കേൾക്കുന്ന, ഇപ്പൊ PSC നിർത്തി, പണ്ട് PSCയുടെ ഒക്കെ സ്ഥിരം ചോദ്യമായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് ഓരോ സാധനം ചോദിക്കുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ട് രാമാനുജൻ സംഖ്യ എന്നുള്ളത് അല്ലേ? കേട്ടിട്ടുണ്ടോ? രാമാനുജൻ സംഖ്യ എത്രയാ? എത്ര? 1729 അല്ലേ? ഇതല്ലേ? ഇത് രാമാനുജൻ സംഖ്യ അല്ലെ? ഇതിപ്പോ ചോദിക്കാറില്ല. ഇപ്പൊ ചോദിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്ന വേറെ സംഖ്യയാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. കാപ്രേക്കർ സ്ഥിരസംഖ്യ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? കാപ്രേക്കർ സ്ഥിരസംഖ്യ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്നാണോ? ഇല്ലെന്നാണോ? ഇല്ല.
ഇല്ല. അപ്പൊ കാപ്രേക്കർ സ്ഥിര ഒന്നുമില്ല. കാപ്രേക്കർ സ്ഥിരസംഖ്യ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാല് 6, 1, 7, 4. എത്രയുണ്ട്? 61, 74. മറ്റത് 17, 29 ആണെങ്കിൽ ഇത് 61, 74 കാപ്രേക്കർ സ്ഥിരസംഖ്യ. ഇതിന്റെ അർത്ഥം എന്ന് പറയാമോ? അതായത് ഈ ഒരു സംഖ്യ വെച്ചിട്ട് ഈ 6174 എന്ന് ഇതിന്റെ ഒരു വാച്യാർത്ഥം മാത്രം ഞാൻ പറഞ്ഞുതരാം, ഉള്ളിലോട്ട് കിടക്കണ്ട, നമുക്ക് ആവശ്യമില്ല. അതായത് ഇതിനുള്ള അക്കങ്ങൾ 6174, അതായത് 6174 ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയും, ഏറ്റവും വലിയ സംഖ്യ എത്ര പറഞ്ഞാണ് ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞേ? 7641 വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും, ചെറിയ സംഖ്യ പറഞ്ഞേ 1467 അല്ലേ? അപ്പൊ വലിയ സംഖ്യ, ചെറിയ സംഖ്യ. അപ്പം ഈ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്ന 6176 എന്ന് പറയുന്ന സംഖ്യ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും. നോക്കോ വ്യത്യാസം നോക്കാം. വ്യത്യാസം കുറയ്ക്കണമല്ലോ. വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ? 1 7 പോകത്തുള്ള 11 7 പോയ എത്ര? 11 7 എത്ര? 4. അടുത്തത് ഇവിടെ 3 ഉണ്ട്. 3 6 പോകത്തില്ല. കടം എടുക്കുമ്പോൾ 13 13 6 പോയ എത്ര? 7. ഇവിടെ 5 ഉണ്ട്. 5 4 എത്ര? 1. 7 1 എത്ര? 6. അതേ സംഖ്യ കിട്ടിയ കാപ്രേക്കർ സംഖ്യ കിട്ടിയ? അത്രേ ഉള്ളു കാപ്രേക്കർ സംഖ്യ. പിടികിട്ടിയോ? കാപ്രേക്കർ സംഖ്യ പിടികിട്ടിയ? ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. അപ്പൊ അത് മറന്നുപോയിരിക്കുക. ഓക്കെ സെറ്റാണേ? ഉറപ്പാണേ? ഓക്കെ. ഇനി അടുത്ത സംഖ്യയുടെ കളി. അടുത്തൊരു ചോദ്യം ചോദിക്കോ? മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അർത്ഥം ഓക്കെ. 3 4 5 6 ചോദ്യമാണ്. 3 4 5 6 എന്നിവയുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? ചോദിച്ചിട്ടില്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച്. അതായത് ഇത്രയുള്ളു. 3 4 5 6 ഇതിന്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് പറഞ്ഞു ആൻസർ. എത്രയാണ് പറഞ്ഞോ? 361 അല്ലെ? എങ്ങനെ ചെയ്തേ? ഗുണിച്ച് ആദ്യം എല്ലാം കൂടെ ഗുണിച്ച് +1 കൂട്ടി അല്ലേ? ഇതിപ്പോ ചെറിയ സംഖ്യ കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വല്ല 7 8 9 7 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാലോ? കുറെ നേരം പിടിക്കത്തില്ലേ? പിടിക്കും. അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തെറ്റിപ്പോവാതിരിക്കാനും എളുപ്പത്തിൽ ചെയ്യാനും ഒരു ഉടായ്പ കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. എളുപ്പം ചെയ്യാനുള്ള രീതിയിൽ ഇത് 4 അക്കമുള്ള സംഖ്യകളിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ഉടായ്പാണ്. എത്ര അക്കം ചോദിച്ചാൽ മാത്രമാണ്? 4 അക്കം. ഇതേപോലുള്ള 4 അക്കങ്ങളെ ആവാവൂ. ഏതക്കം വേണോ ആവാം. 6 ആവാം, 7 ആവാം, 8 ആവാം, 7 ആവാം. പക്ഷെ 4 വരെ ആവാവൂ. 4 അക്ക സംഖ്യയിൽ
മസ്റ്റായിട്ട് 4 അക്കങ്ങളെ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ 4 അക്കങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എളുപ്പം ചെയ്യും? പക്ഷെ ആ 4 അക്കങ്ങൾ എങ്ങനെയുള്ള അക്കങ്ങളും ആവണം? 6, 7, 8, 9 ഇങ്ങനെ. ഇതെന്താണ്? അല്ലെങ്കിൽ 3, 4, 5, 6, 7 എന്നൊക്കെ പറഞ്ഞ എങ്ങനെയുള്ള സംഖ്യകളാ? അല്ലെങ്കിൽ 1, 2, 3, 4 ഇങ്ങനെയൊക്കെ പറഞ്ഞ തുടർച്ചയായുള്ള സംഖ്യകളാണ് അല്ലേ ഇവിടെ അല്ലേ? അപ്പം 4 അക്ക സംഖ്യകളുമാകണം, തുടർച്ചയായ സംഖ്യകളുമാകണം. മനസ്സിലായല്ലേ? 4 അക്ക സംഖ്യകളുമാകണം, തുടർച്ചയായ സംഖ്യകളായി കഴിഞ്ഞാൽ അത്തരം സംഖ്യകളോട് അതിന്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉടായിപ്പുണ്ട്. ഓക്കെ, അപ്പൊ തുടർച്ചയായിട്ടുള്ള 4 അക്കങ്ങൾ നമുക്ക് തരുകയാണെങ്കിൽ തന്നിട്ട് അതിന്റെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചോദ്യം ഏതായിരുന്നു? 3, 4, 5, 6 ഇതല്ലായിരുന്നു നമ്മുടെ ചോദ്യമല്ലായിരുന്നോ? അതായത് അപ്പൊ തുടർച്ചയായിട്ടുള്ള ഇങ്ങനെ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതിന്റെ ഏറ്റവും ചെറിയ സംഖ്യ, വലിയ സംഖ്യ, ഇത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ചെറുത് 3. ശരി, ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ടതാണ്. 3 ഏറ്റവും വലുത് ഏതാ? ഏറ്റവും വലുത് 6 അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം അറിയാമോ? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ആ ഏറ്റവും ചെറുതും വലുതും കൂടെ തമ്മിൽ ഗുണിക്കണം. ചെറുത് 3, വലുത് 6. എത്ര? 6 3 6 × 3 18. അതിനോട് കൂടി എത്ര കൂട്ടണം? അതിനോട് കൂടി ആ പറഞ്ഞ 1 കൂട്ടിക്കൊള്ളണം. അപ്പൊ എത്ര കിട്ടും? 19. എന്നിട്ട് ഈ 19ന്റെ വർഗം എടുക്കണം. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. ഞാൻ ആദ്യം പറയാൻ വിട്ടു, കണക്ക് പഠിക്കുമ്പോഴത്തേക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിഞ്ഞിരിക്കണം. അറിയാമോ ഈ 4 ക്രിയകളും? അറിയാമോ? മറ്റു കാര്യം നോക്കണ്ട, അതിന്റെ ദശാംശം, ഫ്രാക്ഷൻ, ഭിന്നം അത് നോക്കണ്ട. അല്ലാതെ ജനറൽ ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാലോ. ഫ്രാക്ഷൻ, ബാക്കിയുള്ള ഫ്രാക്ഷൻ വരെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ നോർമലായിട്ട് അറിയാലോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം ഒരു 1 മുതൽ ഒരു 30 വരെയുള്ള സ്ക്വയറും വർഗവും, അതുപോലെ തന്നെ 1 മുതൽ 30 വരെയുള്ള ഘനമൂലവും, അതായത് നമ്മളെ ക്യൂബും. സ്ക്വയറും പഠിക്കണം, ക്യൂബും പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് നിങ്ങളടുത്ത് മറ്റേ സംഖ്യാ ശ്രേണി ചോദിക്കത്തില്ലേ? 2 അല്ലെങ്കിൽ 1, 4, 1, 4, 9, 16 ഇങ്ങനെ ചോദിച്ചിട്ട് അടുത്തേത് ചോദിക്കത്തില്ലേ? ചോദിക്കും. ഇതുപോലെ അതിന്റെ ക്യൂബൊക്കെ ചോദിച്ചു കഴിയും. അപ്പൊ നമ്മളിരുന്ന് കൂട്ടിയും കുറച്ച് ഇതിന്റെ ഉള്ളിൽ ഒന്നൊന്ന് എത്ര കൂട്ടി? 1 3 കൂട്ടി 4, 4ന്റെ കൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? 4ന്റെ കൂടെ 5 കൂട്ടപ്പോ 9, 9ന്റെ കൂടെ എത്ര കൂട്ടപ്പോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലേ? നിങ്ങള് നോക്കിയിട്ടില്ലേ? അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പഠിക്കുന്നതാണെങ്കിൽ ഒരു സംഖ്യാ ശ്രേണി കാണുമ്പോൾ നമുക്കറിയാം അത് ക്യൂബാണോ തന്നിരിക്കുന്നത്, സ്ക്വയർ ആണോ തന്നിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ എന്താണ് തന്നിരിക്കുന്നത്? സ്ക്വയർ അല്ലേ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അടുത്ത എത്ര ആണത്? 5ന്റെ സ്ക്വയർ എത്ര? 25. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് പിടികിട്ടും നമുക്ക്. മനസ്സിലായ? ചിലപ്പോൾ തന്നിരിക്കുന്നത് ആദ്യം 1 വരും, 1ന്റെ സ്ക്വയർ 1 വരും, 2ന്റെ സ്ക്വയർ 4 വരും. പിന്നെ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അടുത്ത 3ന്റെ സ്ക്വയർ 9, അത് 9 1 കൂട്ടി 10 വരും. അടുത്തത് 4ന്റെ സ്ക്വയർ 16 1 കൂട്ടി 17 വരും. ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ കണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂബും സ്ക്വയറും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അത് എഴുതി, മനസ്സിലായില്ലേ? കാൽക്കുലേറ്റർ വെച്ച് നോക്കി എഴുതി, അല്ലെങ്കിൽ എഴുതി കൂട്ടി എഴുതിയോ. 1 മുതൽ 30 വരെയുള്ള സ്ക്വയറും 1 മുതൽ 30 വരെയുള്ള ക്യൂബും മനഃപ്പാഠമാക്കി വെക്കണം. അത് എന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടത്തേ ഉള്ളൂ, എവിടെയും. കേട്ടോടെ? ഇത് ഈ കണക്കിന്റെ കാരണം നോക്കാം. ഓക്കെയോ? അപ്പൊ 19 കിട്ടി. എന്നിട്ട് 19ന്റെ സ്ക്വയർ എത്ര? 361.
സംഭവമായ കിട്ടിയ സംഭവ ഉത്തരം കിട്ടി സംഭവം കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഗുണിക്കുന്നത് 3 ഗുണം 4 ഗുണം 5 ഗുണം 6 അല്ലേ, എന്നിട്ട് ഇതിനെ ഗുണിക്കും. ഈ ഗുണനത്തിലൊക്കെ നമ്പർ ഫിയറിൽ പെട്ടെന്ന് 4 ഗുണം 3 12, 5 ഗുണം 6 ഗുണം 5 30 അല്ലേ. 12 ഗുണിക്കണം 30 നമ്മൾ ഉത്തരം. 12 ഗുണിക്കണം 30 എന്ന് വെച്ചാൽ 12 3 36, 0 ചേർത്ത് കൊടുക്കുക. 360 പ്ലസ് 1 361. ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതറിയാവുന്ന ഒരുത്തനാണെങ്കിൽ ഒന്നും വേണ്ട, അവൻ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഏറ്റവും ചെറുത് ഏറ്റവും വലുത് കണ്ടുപിടിക്കും. 6 3 18, 18 പ്ലസ് 1 19, 19 സ്ക്വയർ 361 കഴിഞ്ഞു. സെക്കൻഡ്, വിത്തിൻ സെക്കൻഡ്. പേന വേണ്ട, പെൻസിൽ വേണ്ട, ഒന്നും വേണ്ട, ഓപ്ഷൻ നോക്കി ആൻസർ എഴുതും. പിടികിട്ടിയാടെ. അങ്ങനെയാണ് കണക്കിലെ പുലികൾ ചെയ്യുന്നത്. PSC പുലികൾ, കണക്കിലെ PSC പുലികൾ ഒന്നും നോക്കത്തില്ല, അവരെ ഓപ്ഷനിലേക്ക് നോക്കും. 19 സ്ക്വയർ ഇവിടെ ഉണ്ടോ, 361 ഏതാണ്, A ആണോ C ആണോ B ആണോ നോക്കിയിട്ട് അങ്ങോട്ട് ബൗൾ ചെയ്യും. ഇത്രയുള്ളവന് കണ്ണ് ഇന വെട്ടി തുറക്കുന്നതിനുള്ളിൽ അവൻ ആൻസർ ചെയ്ത് പോകും. മനസ്സിലായ? ഇങ്ങനെയൊന്നും എഴുതാൻ നിൽക്കത്തില്ല. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? ആണാടെ. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയലൊന്നും കിട്ടത്തില്ല, എവിടെ നിന്നും കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, ഇത് SCERT ഒക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ വേണം. NCERT ഒക്കെ വായിക്കുകയും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്നും കേട്ടാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ടെ, പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യൂ. ചിലപ്പോൾ ചെയ്യൂ. ഇതിൽ വെച്ചെന്നെ ചെയ്യണം. 2 3 4 5 പറഞ്ഞേ നിങ്ങൾ പറഞ്ഞേ. ചില പറ 2 5 എത്ര 10. 10 പ്ലസ് 1 എത്ര 11. 10 പ്ലസ് 1 എത്ര 11. 11 സ്ക്വയർ എത്ര 121. കഴിഞ്ഞോ? തീർന്നു ഇല്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എങ്ങനെ വേണോ ചെയ്യാം. ഓക്കെ, ഇടണോ? ഇനി കണക്കിടണോ? വേണോ? ഒന്നോടെ 5 6 7 8 പെട്ടെന്ന് പറയാം. 8 40 പ്ലസ് 1 41. 41 സ്ക്വയർ എത്ര അറിയാമോ? 41 സ്ക്വയർ എത്രയെന്ന് അറിയാമോ? 41 സ്ക്വയർ എന്ന് അറിയാമോ? എത്ര? ഇങ്ങനെയുള്ള കണക്ക് വയ്ക്കുമ്പോൾ 41 ചോദിക്കത്തില്ല. ഇങ്ങനെയുള്ള കണക്ക് വയ്ക്കുമ്പോൾ 41. ഇങ്ങനെയുള്ള തുടർസംഖ്യയോ ചോദിക്കത്തില്ല. മാക്സിമം ഒരു 25-30 വരെയുള്ളതോ ചോദിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ. അതാണ് ഞാൻ 30 വരെ പഠിച്ചത്. ഞാൻ 41 സ്ക്വയർ അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? 41 കൊണ്ട് എന്ത് ചെയ്യണം? 1681. അങ്ങനെ സംഭവം പിടികിട്ടിയോ? സംഭവം ഓക്കെ അല്ലേ? സെറ്റാണോ? ഓക്കെ, അപ്പം തീർച്ചയായിട്ടും മനസ്സിലുണ്ടാകണം തുടർച്ചയായിട്ടുള്ള 4 അക്ക സംഖ്യകൾ കേട്ടോ. തുടർച്ചയല്ലാത്ത സംഖ്യകൾ വരും, അത് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ ആണോ? ഇനി കുറച്ച് ജോമെട്രി ഉണ്ട്. നമുക്ക് പറഞ്ഞിട്ടുള്ള ജോമെട്രി ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അടുത്ത ചാപ്റ്റർക്ക് ജോമെട്രിയാണ് അവിടെ വരുന്നത്. ജോമെട്രി പഠിപ്പിക്കുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇനി ഭാഗം വെക്കൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ. ഭാഗം വെക്കൽ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അതിൽ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ സ്ഥിരം ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമോ? ഓക്കെ, കുറെ സിമ്പിൾ ആയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ച് ചെയ്തു പോകാം നമുക്ക്. അപ്പം ഹെഡിങ്സ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാതെ ഒരേ
തരത്തിലുള്ള ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ PSC ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരേ തരത്തിലുള്ള 7 പേനയുടെ വില 98 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? ഒരു പേനയുടെ വില എത്ര? ഇത് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നവരല്ലേ അല്ലേ? സാധനമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി ഒരേപോലെയുള്ള 7 പേനയുടെ വില 98 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? കിട്ടിയില്ലേ ആൻസർ? അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്താൽ മതി? സംഭവം എന്ത് ചെയ്താൽ മതി? അതായത് ഒരേപോലെയുള്ള ടോട്ടലിന് എന്ത് ചെയ്താൽ മതി? ഒരെണ്ണത്തിന്റെ വില കൊണ്ട് ഹരിച്ചാൽ പോരെ അല്ലേ? മൊത്തമായ തുകയിനെ ഒരെണ്ണത്തിന്റെ ഒരു പേനയുടെ വില കൊണ്ട് എത്ര എണ്ണ കൊണ്ട് ഗുണിച്ച് ഹരിച്ചു കൊടുത്താൽ മതി. അതായത് ടോട്ടലായത് 98 രൂപയാണ്. എത്ര എണ്ണം വാങ്ങിച്ചു? 7 പേന. ഇതിനെ ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 14 7 98 അല്ലേ? ഇല്ലയോ? അല്ലെങ്കിൽ 7 കൊണ്ട് വെട്ടിച്ചെയ്യണം. 7 കൊണ്ട് 9നെ വെട്ടണമോ? ഒരേ 7 ശിഷ്ടം 2 വരും, 28 ആവും. 28 എന്ന് വെച്ചാൽ 4 7 28. അങ്ങനെയാണ് 14 കിട്ടുന്നത്. ചെയ്യാറിയാലോ? ഓക്കെ. അപ്പൊ 14 രൂപയുടെ 7 പേന വാങ്ങിയപ്പോഴാണ് അദ്ദേഹം 98 രൂപ കൊടുത്തത്. ഓക്കെ ആണോ? എല്ലാവർക്കും അറിയാലോ ഇത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത്? ഈ സംഭവം അറിയാം. ഇത് നമ്മളെല്ലാവരും ചെയ്യും. വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോ. അതിലേക്ക് എത്താനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട് തന്നത്. അടുത്തൊരു ചോദ്യം എഴുതിക്കോ. അമൽ കടയിൽ നിന്നും, അമലോ നിങ്ങളുടെ മക്കളെ പേരോ ആരുടെ പേരോ ഒക്കെ എഴുതിക്കോ. അമൽ കടയിൽ നിന്നും 6 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു. അമൽ ഒരു കടയിൽ നിന്നും 6 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു. എല്ലാറ്റിനും ഒരേ വിലയാണ്. എല്ലാറ്റിനും ഒരേ വിലയാണ്. 100 രൂപ കൊടുത്തപ്പോൾ നമ്മൾ കണക്കറിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കണക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് വരികൾ ഇങ്ങനെ കാണണമെങ്കിൽ വായിക്കാൻ പോലും നിൽക്കത്തില്ല അല്ലേ? ഇല്ലേ? ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ കറങ്ങി കുത്തിയിട്ട് പോകും അല്ലേ? അങ്ങനെയുള്ള ചെയ്യും നമ്മൾ സാധാരണ. ഒരേ വില 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരികെ നൽകി. 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരികെ നൽകി. എങ്കിൽ ഒരു പുസ്തകത്തിന്റെ വില എത്ര? ബിഡ്ഡിക്ക് സ്വർണ്ണാണോ ചെയ്തത്? സ്വർണ്ണാണ് ചെയ്തത്. പക്ഷേ മിടുക്കിയാണെങ്കിൽ 24 പറഞ്ഞത് അല്ലേ? മിടുക്കിയാണെങ്കിൽ മുതുക്കിയാണ്. തെറ്റിപ്പോവും. നമ്മൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് ചെയ്താൽ തെറ്റിപ്പോവും. അതാണ് കണക്കിന്റെ കളി എന്ന് പറയുന്നത്. പേരാണ് കിട്ടിയ ആൻസർ. വളരെ സിമ്പിളാണ്. സുവർണ്ണ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ കിട്ടും, ഉത്തരം കിട്ടും. സുവർണ്ണ ഡയറക്റ്റ് പെട്ടെന്ന് ചിന്തിച്ചെന്നാണ് അത് തെറ്റിപ്പോയത്. ആരാ 16 പറഞ്ഞത്? ആരാണ്? സാവിയ, പ്രീതിയ. അപ്പൊ സുവർണ്ണയ്ക്ക് കിട്ടിയാ 16?
സുവർണയ്ക്കും കിട്ടിയ 16 പറഞ്ഞു. ഇപ്പൊ പിടികിട്ടിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം എന്തേ തെറ്റിപ്പോയത്? അതാണ് നമ്മള് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴും സുവർണയുടെ മനസ്സാണ്. മനസ്സിലായ? സുവർണ പരീക്ഷാ ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്ക് സുവർണയുടെ അതേ മനസ്സാണ്. സുവർണയ്ക്ക് കിട്ടിയ 24 എന്ന് പറയുന്ന ആൻസർ ഫസ്റ്റ് എ ഓപ്ഷനിൽ നമ്മൾ അങ്ങനെ പല്ലിളിച്ച് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ബൗൾ ചെയ്യും. എന്തൊരാശ്വാസം, ഒരു കണക്ക് ശരിയായി, അടുത്തത് വരട്ടെ, ഭയങ്കര ഹാപ്പി ആവും. പിന്നെ ചെയ്യുന്ന എല്ലാം തെറ്റായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഈ മൂടാ, ഈ തെറ്റുത്തരം കിട്ടിയ മൂടാണ്, പിന്നെ ചെയ്യുന്ന എല്ലാം തെറ്റായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ പലപ്പോഴും PSC ഒക്കെ ചെയ്യുമ്പോഴേ കംപ്ലീറ്റ് ക്ലാസ് തെറ്റിപ്പോകുന്നത്. ഇല്ലേ? നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? അങ്ങനെ അനുഭവമില്ലേ? ഇല്ലേ? ക്ലാസ് ചെയ്യുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. വീട്ടിൽ നിന്ന് കീ നോക്കുമ്പോഴത്തേക്ക് ഒന്നില്ലാതെ തെറ്റില്ലേ? അറിയാവുന്ന ക്ലോക്ക് പോലും ചിലപ്പോൾ തെറ്റിക്കാണും. ഇല്ലേടെ? ഇല്ലേ? അതാണ് അതിന്റെ സൈക്കോളജി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ഇടുന്നത്. കണക്കിൽ അങ്ങനെയാണ്. കണക്കില് സത്യത്തിൽ PSC ഒരു LD വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം 20 ചോദ്യത്തിൽ 15 ചോദ്യവും, അതായത് മെന്റാലിറ്റി ഉൾപ്പെടെ ഒരു 15-16 ചോദ്യവും എന്താണ്, വളരെ പേനയും പെൻസിലും ഒന്നും വേണ്ട, ഫസ്റ്റ് ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മളെ കളിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഒറ്റ തവണ ചെയ്യാവും. പിന്നെ കളിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ അതിന്റെ കൂടെ കളിക്കാൻ നിൽക്കരുത്. അവസാന സമയം ഉണ്ടെങ്കിൽ കളിക്കാൻ നിൽക്കുക. ഒറ്റ തവണ ചെയ്ത് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ വിട്ടിട്ട് ഓടുക. ഓക്കെ, അപ്പൊ ഞാനത് പറയട്ടെ, നിങ്ങളെ ചിന്ത പറയട്ടെ ഞാൻ. ഇല്ലേ? ഇവിടെ എല്ലാവരും ഇപ്പം സുവർണ എന്താണെന്ന് ചെയ്യുന്നറിയാമോ? 6 നോട്ട് ബുക്കല്ലേ വാങ്ങിയത്? അല്ലേ? 6 നോട്ട് ബുക്ക് വാങ്ങി അല്ലേ? അപ്പൊ ടോട്ടൽ കൊടുത്ത എത്ര രൂപ? 100 രൂപ. അപ്പൊ എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ടോട്ടൽ ആയത് എത്ര രൂപയെന്ന്? 100 ആണെന്ന് വിചാരിക്കും. 100 ആണ് ആ ടോട്ടൽ ആയത്. സുവർണ അങ്ങനെ വിചാരിച്ചാണ്. 100 ആണ് ആ ടോട്ടൽ ആയത്. അല്ല, അതാണ് ഇവിടുത്തെ മെയിൻ. ഇല്ലേ? എല്ലാവരും എന്ത് ചെയ്യും? 100 ഹരിക്കണം 6 ഇത് ചെയ്ത് വയ്ക്കും. ഇല്ലേ? എന്നാൽ അതല്ലല്ലോ. ഇല്ലേ? ടോട്ടല് പിന്നെ അത് ഹരിച്ച തെറ്റിപ്പോയി കാണും. 96-ന് 6 കൊണ്ട് 6ന്റെ ഇഞ്ചോടി അറിയത്തില്ലായിരിക്കും. അതായിരിക്കും. അതാണ് പറ്റിപ്പോയത്. 9 2 പ്രാവശ്യം പോകുന്ന കഴിഞ്ഞ് വെച്ച് കാണും ചിലപ്പോ. അങ്ങനെയൊക്കെ വരും ചിലപ്പോ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 100 രൂപയാണ് കൊടുത്തത് അല്ലേ? അദ്ദേഹം 4 രൂപ എന്ത് ചെയ്തു? 4 രൂപ തിരിച്ചു കൊടുത്തു. അപ്പൊ എത്ര രൂപ ആയുള്ളൂ? അതാണ് അവിടുത്തെ ട്രിക്ക്. ആകെ എത്ര രൂപ ആയുള്ളൂ? 96 രൂപ ആയുള്ളൂ. കടയിലാവാൻ അമലിന് 96 രൂപ ചെലവായുള്ളൂ. അതായത് 100 - 4 96 രൂപ അമലിന് ചെലവായുള്ളൂ. അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കും, 6 പുസ്തകത്തിന്റെ വില 100 അല്ല. എത്ര രൂപയാണ്? 96 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകത്തിന്റെ വില കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വിലയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 96-നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6-ല് 9 ഒരു പ്രാവശ്യം. ശിഷ്ട എത്ര? 3 ആണ്. 36 വരും. 36-ൽ 6 പ്രാവശ്യം. 6 6 36. അങ്ങനെ ഉത്തരം 16. ഇങ്ങനെയാണ് 16 കിട്ടുന്നത്. സിമ്പിൾ അല്ലേ? ഡൺ. ഓക്കെ, മനസ്സിലായ? അപ്പൊ ക്വസ്റ്റ്യൻ പോകുമ്പം ഡൂപ്ലി ക്വസ്റ്റ്യൻ ആയിരിക്കും, തെറ്റിപ്പോകും. നമ്മളെ പറ്റിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ചോദ്യത്തിലൂടെ ഒന്ന് വായിക്കണം. മനസ്സിൽ പറയരുത്. ചോദ്യത്തിലൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സംഗതി പിടികിട്ടും. അവിടെ കണക്ക് ചെയ്യാനേ പോണ്ട. താഴെ ഓപ്ഷൻ നോക്കി ആൻസർ അവിടെ കാണും. മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ കാണും. ഓക്കെ, അടുത്തൊരു ചോദ്യം എഴുതിയേ. അങ്ങനെയാണെങ്കിൽ ഒരു മൈതാനത്ത് ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. ഒരു മൈതാനത്ത് കുറെ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിരിക്കുന്നു. കുറെ ഓട്ടോറിക്ഷകളും കാറുകളും, ഇതും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണേ, ഇപ്പോഴാ ഞാൻ പറയാം. കാറുകളും നിരത്തിയിട്ടിരിക്കുന്നു. എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 ചക്രങ്ങളുണ്ട്. 100 ചക്രങ്ങളുണ്ട്.
ഓക്കെ, എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 ചക്രങ്ങളുണ്ട്. ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെങ്കിൽ, ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെങ്കിൽ കാറുകളുടെ എണ്ണം എത്ര? നിങ്ങൾ നിരവധി ക്വസ്റ്റ്യൻസ് ഇത് PS കണ്ടാണ്. കാറുകളുടെ എണ്ണം എത്ര? ഇതിന്റെ ഇതേ പാറ്റേണിലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മറ്റേ തലയും കാലും ഒക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഇത്ര തല ഇത്ര കാലം എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല ഇത് കേട്ടാ. അങ്ങനെ വേറെ തെറ്റിപ്പോവും. അതല്ല, ആ പാറ്റേൺ അല്ല ഈ പാറ്റേൺ. ഇത് വേറെ പാറ്റേൺ ആണ്. അതറിയാന്നുള്ളത് അത് വെച്ചിട്ട് ചെയ്തായത്. ഇത് വളരെ സിമ്പിൾ, ട്രിക്കി. നേരത്തെ നമ്മൾ ചെയ്യുന്ന അതേ ഫാഷൻ. ചിലപ്പം ചില ക്വസ്റ്റ്യനിൽ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കും, എന്നിട്ട് അവരുടെ കാല് ചോദിക്കും. അതൊന്നുമല്ല, ഇത് വേറെ. സമയം ഇത്ര മതി, ഇത്ര സമയം മതി. അറിയാമെങ്കിൽ ഇത്ര സമയം മതി. ഇരുപത് സെക്കൻഡ് മതി ചെയ്യാൻ, അറിയാമെങ്കിൽ. ആൻസർ എത്രയാണ്? പോരട്ടെ. എത്രയാണ്? ഉറക്കെ പറഞ്ഞോ, തെറ്റില് കുഴപ്പമില്ല. എയ്റ്റിയാ? 18? വെരി ഗുഡ്. സോർണ പൊളിയാണല്ലോ. അല്ല സോറി, സോർണല്ലോ. അതെ, സോർണാണ്. അപ്പൊ സോർണ പൊളിയാണല്ലോ. കണക്ക് അറിയണമായിട്ട് ചെറുപറ ചെയ്യല്ലേ. ബുദ്ധിയുണ്ട്. അപ്പൊ പഠിക്കാത്തതിന്റെ കുഴപ്പോ. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ മാർക്ക് വാങ്ങിക്കാം. 30-ന് 30 വാങ്ങിക്കാം. ഞാൻ 20 പറഞ്ഞൊക്കെ ചുമ്മാ. 30-ന് വാങ്ങിക്കാം ചെയ്തു കഴിഞ്ഞാല്. അപ്പൊ ഈ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്ര പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുമെങ്കിൽ അടിപൊളിയാ. ആൻസറിലെത്തിയാ നിങ്ങളിപ്പോ എങ്ങനെ ചെയ്യുന്നുള്ള. നമുക്ക് മറ്റേ കൃഷ്ണൻ പറയുന്ന പോലെ എന്തല്ല, മാർഗമല്ല പ്രധാനം, അല്ലേ? ലക്ഷ്യമാണ്, അല്ലേ? ഏത് മാർഗമാണോ സ്വീകരിക്കാം, ലക്ഷ്യമാണ്. അപ്പൊ കറക്റ്റ്. സുവർണ, വെരി ഗുഡ്. അടുത്തത് ബാക്കി 16 കിട്ടിയാ? 2 കിട്ടിയാ? പ്രീതിക്കും കിട്ടിയാ? പ്രീതിക്ക് കിട്ടിയില്ല. ട്രൈ ചെയ്യ്. സമയം തരാം. ട്രൈ ചെയ്യ്. നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഉടായ്പാണ്. ചിന്തിച്ചാൽ മതി. കംപ്ലീറ്റ് ഉടായ്പാണ് ചിന്തിച്ചാൽ മതി. മാത്സിന്റെ ആ ലോജിക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. ഉഡ്ഡായിപ്പാണെന്ന് വലച്ച് ചെയ്താൽ മതി, അപ്പൊ കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പോഴേ ആൻസർ കിട്ടും. കിട്ടിയാ 16 കിട്ടിയാ? കിട്ടി, വെരി ഗുഡ്. കിട്ടിയാ? കിട്ടി. ഹരിച്ച തെറ്റിപ്പോയി. ക്രിയകൾ തെറ്റിപ്പോയി. ഒരു സംഖ്യ മാറിക്കഴിഞ്ഞാൽ തീർന്നു കാര്യം. ഒരു സംഖ്യ മാറിപ്പോയി കഴിഞ്ഞാല് ആ മാറിപ്പോകുന്ന സംഖ്യ വെച്ച് ചെയ്യുന്ന കണക്കിന്റെ ഉത്തരം ഓപ്ഷനിൽ കാണുകയും ചെയ്യും. അതാണ് അതിന്റെ കുട്ടൻസ്. മനസ്സിലായില്ലേ? അതിൽ കാണുകയും ചെയ്യും. അപ്പൊ ഇവിടെ ചിന്തിക്കാനുള്ള ഇത്രേ ഉള്ളൂ. കാരണം നമുക്ക്
തന്നിരിക്കുന്നത് 100 ടയറുകൾ അല്ലേ? 100 ടയറല്ല, 100 ചക്രങ്ങളാണ് ആകെ ഉള്ളത് അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ആലോചിച്ചേ, കാറിന്റെയും ഓട്ടോയുടെയും ചക്രത്തിന്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചാൽ. കാറിനാണെങ്കിൽ എത്ര ചക്രമാണ്? കാറിനാണെങ്കിൽ 4 ചക്രമാണ്. കാറിനാണെങ്കിൽ 4 ചക്രം. ഓട്ടോയ്ക്കാണെങ്കിലോ 3 ചക്രമാണ് അല്ലേ? പിന്നെ നമുക്ക് ഓട്ടോറിക്ഷയുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്ര? ഓട്ടോറിക്ഷ എണ്ണവും തന്നിട്ടുണ്ട്. എത്ര? 12 എണ്ണം. 12 അല്ലേ? 12 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, ഈ 12 ഓട്ടോറിക്ഷയ്ക്കും കൂടി ആകെ എത്ര ടയർ ഉണ്ടാവും? 12 ഗുണം 3 അല്ലേ? 12 ഗുണം 3 എത്ര? 36 അല്ലേ? അപ്പം ടോട്ടൽ എത്രയാണ്? 100. ടോട്ടൽ 100ആണ്. അപ്പൊ ഇതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 30. ഓട്ടോറിക്ഷ ടയറിന്റെ എണ്ണം കുറച്ചാൽ പോരെ? അപ്പൊ എത്ര കിട്ടും? 64 അല്ലെ? ആകെ ഓട്ടോയും കാറും മാത്രമേ ഉള്ളൂ. ഇതിൽ ഓട്ടോയുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന് ടോട്ടലിൽ നിന്നിട്ട്, അപ്പൊ ടോട്ടലിൽ നിന്ന് ഓട്ടോയുടെ കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ആരുടെ എണ്ണം എന്ന് പറയുന്നത്? കാറിന്റെ എണ്ണം. അപ്പൊ കാറുകൾ എത്ര? 16 അല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് അതാണ് നമ്മളെ തെറ്റിക്കുന്നത്. നിങ്ങളുടെ ഓപ്ഷനിലെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതെന്നറിയാമോ? നല്ല അടിപൊളിയായിട്ട് ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട്, പൗഡറൊക്കെ ഇട്ട്, കുട്ടിയൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരാള് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഓപ്ഷനിൽ. ആരാ? യവൻ, ഈ 64 എന്ന് പറയുന്ന മഹാൻ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി എന്ത് ചെയ്തും, എട്ടാ കിട്ടി, അടിച്ചു മോനെ അടിച്ചെന്നും പറഞ്ഞിട്ട് ഈ 64 കയറി ബൗള് വയ്ക്കും. 64 മോനെ എന്തുവാ സാധനം? എന്തുവാ? 64 ചക്രമാണ്. നമ്മുടെ ചക്രമാണോ ചോദിച്ചത്? അല്ല, നമ്മൾ ചോദിച്ചത് എന്താണ്? കാറുകളുടെ എണ്ണമാണ്, കാറിന്റെ ടയറിന്റെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചത്. കാറിന്റെ ടയറിന്റെ എണ്ണം ചോദിക്കുമ്പോഴത്തേക്ക് മൊത്തം ടയറിനെ എന്ത് ചെയ്യാതെ, ആ ഒരു കാറിൽ എത്ര ടയർ ഉണ്ട് അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാ പോരെ. മൊത്തം 64 ടയർ ഉണ്ട്. ആകെ ഓൾറെഡി 36 ഓട്ടോയുടെ 36 ടയറുള്ളൂ. ബാക്കിയുള്ള ടയർ എല്ലാം കാറിന്റെ അടിഞ്ഞ് കിട്ടി. ഇനി കാറിന് ടോട്ടൽ 64 ടയർ ഉണ്ടെങ്കിൽ ഈ 64 ചക്രമുള്ള കാറുകൾ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 64നെ ടോട്ടൽ, ഒരു കാറിന് എത്ര ടയർ ഉണ്ട്? 4 ടയറുണ്ട്. 4 കൊണ്ടെങ്കിൽ ഡിവൈഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടത്തില്ലേ? 4നെ 6 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് 1 4 ശിഷ്ടം 2 24, 6 4 24. ഉത്തരം എത്ര കിട്ടും? 16. ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞ ട്രിക്കിയാണ്, ഉഡായിപ്പാണ്, പറ്റിപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഒരു ചിന്തയും വേണ്ട, ഒരു ലോജിക്കും ഇല്ലല്ലോ. ഉണ്ടോ? നമ്മളെ പറ്റിക്കും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ പറ്റിക്കും. മനസ്സിലായല്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കി നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇഷ്ടംപോലെ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയ? പറഞ്ഞ ക്ലിയർ ആയ? ഇനി ഒരു ട്രിഗണോമെട്രിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പിന്നീട് നമുക്ക് അതിന്റെ സമവാക്യം പഠിക്കാം. ഞാൻ സമവാക്യം ഇപ്പൊ പറഞ്ഞു തരാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ ആ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ബോറടിച്ചില്ലല്ലോ? ബോറടിച്ചോ? ഒന്നുകൂടെ ചെയ്താലോ? ചെയ്യാം. ഓക്കെ, ഇത്രയും രസമല്ലേ കണക്ക് ചെയ്യാനായിട്ട് അല്ലേ? ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പവും മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പവും മാർക്ക് പോകാത്തതുമായിട്ടുള്ള ഒരേ ഒരു സബ്ജക്ട് ഉള്ള ഏതാണ്? മാത്സ്. ഉത്തരം കിട്ടിയ ആൻസർ ശരിയാണ്, ഊഹിക്കാനും ഒന്നുമില്ല, കിട്ടും. നമ്മൾ ചെയ്ത് നോക്കി എഴുതുന്നതാണ്. പക്ഷെ നമ്മൾ ആരും ഇഷ്ടപ്പെടുത്തില്ല. നമ്മൾ ഏതൊരു പരീക്ഷ ആയാലും ഉള്ള സയൻസും സാമൂഹിക പാഠവും അതും ഇതും മന്തും കുന്തും എല്ലാം ഇരുന്നു കുത്തിയിരുന്ന് വലിയ ഗ്രേഡ് വെച്ച് പഠിച്ച് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും എത്ര ദിവസം എടുക്കും? പിന്നെ ഒരു ദിവസമോ അര ദിവസമോ ഇല്ലേ? ചില പരീക്ഷ അന്ന് നോയിക്കൊണ്ട് പോയിരിക്കും മാത്സ് അല്ലേ? അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ബാക്കിയെല്ലാം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മാത്സിന് നിങ്ങൾ കൊടുത്തു നോക്കിയേ, മാത്സിൽ നിങ്ങൾ പുലിയാവും. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാത്സിൽ നിങ്ങൾ പുലിയായിട്ട് വരും.
ഈ ഇപ്പൊ നമ്മൾ ചെയ്ത കണക്കുകൾ തന്നെ നിങ്ങളൊരു 2 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഡെയിലി നോക്കിയില്ലെങ്കിൽ. അതറിയാമോ എന്നും മാത്സ് പഠിക്കുക. ഒരു പ്രോബ്ലം ചെയ്താൽ മതി. ഒരു പ്രോബ്ലം എന്നും മാത്സ് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ക്രിയയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്പർ ഫ്രീ ആകുക എന്ന് പറയും. ഈ നമ്മൾ സ്ഥിരം ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ വിഷയം കിടക്കത്തില്ലേ? നിങ്ങൾ ഒരു സിനിമ ഒരുപാട് തവണ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സീൻ ബൈ സീൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കത്തില്ല. ഇപ്പൊ കിലുക്കം സിനിമ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കിലുക്കം സിനിമ അല്ലേ, കണ്ടിട്ടുണ്ടോ? അല്ലേ, നിങ്ങൾ അതിന്റെ ഓരോ സീൻ ബൈ സീൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കത്തില്ലേ? നിങ്ങൾ കണ്ണുടച്ചിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിനിമ കണ്ടുകൂടെ? ഒന്നുമില്ലാതെ കണ്ടൂടെ? ചിരിച്ചൂടെ? കാരണം നമ്മൾ കുറെ തവണ കാണുന്നുണ്ട്. അതേ കണക്കാണ് മാത്സും ഏത് സബ്ജക്റ്റും കുറെ തവണ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് പരിചിതമായിട്ട് വരും, അടിപൊളിയാവുകയും ചെയ്യും. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമചതുരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന്റെ ചുറ്റളവ് തോട്ടത്തിന്റെ ചുറ്റളവ് 884 മീറ്റർ ആണെങ്കിൽ ചുറ്റളവ് 884 മീറ്റർ 884 ബോർഡുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്ര? ഒരു വശത്തിന്റെ നീളം എത്ര? സിമ്പിൾ ആണ്. അതായത് ഒരു തോട്ടമുണ്ട്, തോട്ടത്തിന്റെ ആകൃതി എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്, സമചതുരാകൃതി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ചുറ്റളവും തന്നിട്ടുണ്ട്. അതിന്റെ സമവാക്യം ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അല്ലേ? ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? 4 വശവും കൂടി ചേർന്നതല്ലേ? ഇല്ലയോ? അത് തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? അത് തന്നിട്ടില്ലേ? എത്രയാണ് വന്നിരിക്കുന്നത്? ആ ചുറ്റളവ് എത്രയാണ്? 884 മീറ്റർ. എങ്കിലും അതിന്റെ ഒരു വശത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചത്. എത്രയുടെ? നിങ്ങളെല്ലാം മിടുക്കിയിലാണേ. നിങ്ങൾ എന്നെ പറ്റിച്ചതാ കേട്ടോ. നിങ്ങൾ അടിപൊളിയാ കേട്ടോ. അറിയാറുന്നില്ലേ? അല്ലേ? ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ചുറ്റളവിന്റെ സമവാക്യമാണ് 4a അല്ലേ? a പ്ലസ് a അല്ലേ? 4a അല്ലേ ചുറ്റുള്ള പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചെയ്തത് അല്ലേ? 4 വശം 4a എന്ന് പറഞ്ഞ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയാണ് നോക്കുന്നത്. അതിന്റെ ഓർഡറിൽ ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിന്റെ ഈ രൂപം പഠിക്കും, ജോമെട്രിക് ആയിട്ടുള്ള കണക്കുകൾ പഠിക്കും. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 കൊണ്ട് ഗുണിച്ചാൽ എന്നുള്ളതാണ് അല്ലേ? ഇപ്പം a എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, a എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ചുറ്റളവ് എത്രയായിരിക്കും? 4 ഗുണം 5 എത്ര? 20 അല്ലേ? പരപ്പളവാണെങ്കിലോ a സ്ക്വയർ ആണ് അല്ലേ? പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ ഇവിടെ നമുക്ക് വശമായതുകൊണ്ട് 4a ആണ്. 4a എന്ന് പറയുന്നതാണ് ഏത്? 884 മീറ്റർ അല്ലേ? 4 വശങ്ങളും കൂടെ 4a എന്ന് പറയുന്നതാണ് 884. അപ്പം 4a 884 ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം കാണാനായിട്ട് ഫസ്റ്റ് നമ്മള് ചെയ്ത പ്രോബ്ലം പോലെ അല്ലേ? അതായത് ഒരു വശത്തെ കാണാൻ എന്ത് ചെയ്യാതെ അതിന്റെ എണ്ണം കൊണ്ടൊന്ന് a അല്ലേ വേണ്ട, a ഇങ്ങോട്ട് പുറത്തോട്ടെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 884/4 ഈ 8നെ വെട്ടുമ്പോഴത്തേക്ക് 24 ഈ 8നെ വെട്ടുമ്പോ 24 4നെ വെട്ടിയ 4 ഉത്തരം 221. ഇത് നമുക്ക് സമവാക്യം അറിഞ്ഞെങ്കിലും ചെയ്യാം അല്ലേ?
ചെറിയ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ഫോംവർക്ക് കൂടെ എഴുതിയിട്ട് നമുക്ക് ബൈൻഡപ്പ് ഇന്നത്തെ ദിവസം ബൈൻഡപ്പ് ചെയ്യാം. വരും ദിവസങ്ങളിൽ നമുക്ക് ടൈം കൂട്ടി കൊണ്ടുവരാം. രാത്രി നിങ്ങളിപ്പോ ഫസ്റ്റ് അല്ല ഇരിക്കുന്നത്, ഇത്ര ടൈം ഇല്ലേ, കുറെ നാളുകൾക്ക് ശേഷം ഇല്ലയോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റിയെന്ന് വരത്തില്ല. രാവിലെ മിക്കവാറും ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇന്ന് കുറെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും ക്ലാസ് പോകുമെന്ന് വിചാരിച്ചില്ല. സിസ്റ്റം ആണോ? റെക്കോർഡ് തരാം അതിന്റെ. നാളെ ഞാൻ 5:30 നിങ്ങൾ K1 ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ലിങ്ക് ഉണ്ടാവും, നോക്കുക നിങ്ങൾ കേട്ടോ. നമുക്ക് 5 മണിക്ക് വരെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഇത്രയും പഠിച്ച് ക്ഷീണിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ കാണും, പറയാൻ പറ്റത്തില്ല. ഒന്ന് ലിങ്ക് നോക്കുക, ലിങ്ക് വരുന്നുണ്ടോ എന്ന് 5:30 എനിക്ക് വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, ക്ലാസ് എടുക്കുകയാണെങ്കിൽ എടുക്കും, നിങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കും. ആ ടൈമിൽ ക്ലാസ് വരും. കാരണം രാവിലത്തെ ക്ലാസ് ഒക്കെ മറ്റേ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരും കിട്ടാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ഇട്ട് വരും. ഇന്ന് ഈ ക്ലാസ്സിന് റെക്കോർഡ് ഇടും, മറ്റേ ക്ലാസ്സിന് നോക്കട്ടെ. അത് നേരത്തെ പവറില്ലാതെ അതില്ലാതെ പോയതുകൊണ്ട് അതുപോലെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ. എഡിറ്റ് ക്ലാസ് ഇടാം. അല്ല, അത് ഒന്നും കൂടെ എടുക്കാം, സൈക്കോളജിക്ക് ഒന്നും കൂടെ ഒക്കെ എടുക്കും, കുഴപ്പമില്ല. ഓക്കെ, ജെയിംസ് തന്റെ വീട്ടിലേക്ക് നാളെ മുതലുള്ള എല്ലാ ക്ലാസ്സുകളും അതാത് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വീഡിയോ ക്ലാസ്സുകൾ. ഓക്കെ, ജെയിംസ് തന്റെ വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ 2 തരം CFL ബൾബുകൾ 2 തരം CFL ബൾബുകൾ 5 എണ്ണം വീതം വാങ്ങിച്ചു. 5 എണ്ണം വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് ഒന്നിന് 85 രൂപയാണ്. 85 രൂപയാണ്. ഓക്കെ, അപ്പം ജെയിംസ് വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ വാങ്ങിച്ചു, 5 എണ്ണം വീതം വാങ്ങിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞത്? 5 എണ്ണം വീതമല്ലേ? 5 എണ്ണം വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് ഒന്നിന് 85 രൂപയാണ് വില. ആകെ വില 1000 രൂപയായെങ്കിൽ വില കൂടിയ ബൾബ് ഒന്നിന് എന്ത് വിലയാവും? ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ആകെ വില അല്ല ചോദിച്ചിരിക്കുന്നത്, എന്തിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്? വില കൂടിയ. ഇത് ഒരു എന്താ പറയാ, സമവാക്യമൊന്നും ഇല്ലാത്ത മനസ്സിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ടാക്ടിക്കായിട്ട് നേരത്തെ നമുക്ക് ചെയ്യേണ്ട, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്ന രീതിയിലുള്ള ഈ ഇപ്പൊ ചെയ്ത എന്താ പറയാ, ചതുരത്തിന്റെ കണക്കൊഴിച്ചുള്ള കണക്ക് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്തരമായി പോകും കേട്ടോ. അപ്പൊ നമ്മൾ അത് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരിക. ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിപ്പോകും. ഒരൊറ്റ ക്ലൂ പറഞ്ഞാൽ അത് കിട്ടി എന്നാണ് എന്റെ അർത്ഥം. അതാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഓക്കെ, ഒരു ക്ലൂ ഒന്ന് ഉത്തരമായി പോകും, അത്രയ്ക്ക് എളുപ്പമാണത്. ഓക്കെ, സെറ്റാണല്ലോ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ?